गोपिका कांता राधा कांता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्ण। ലംഘയതേഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക്. ശ്ലോകം 29. സ്വാഗതം. ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠമായ ദിവസങ്ങളിലും കൂടെ ഉണ്ടാണ്. ഏതാണ്? നവരാത്രി. നവരാത്രി. നല്ലോണം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ അവിടെ. നോക്കട്ടെ. റേഞ്ച് കുറവാണ് അവിടെ. ഓക്കെ. നവരാത്രിയെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രകൃതി പരാശക്തി ദേവി. ശ്ലോകം ഏതാ ഭഗവത്ഗീതയിൽ? നമ്മളെപ്പോഴും ചൊല്ലുന്നതാണ്. നമ്മൾ ജനിക്കുന്നത് പരാശക്തി ദുർഗാദേവിയുടെ മടിത്തട്ടിലേക്കാണ്. കുളു തരാം. 3 ഗുണങ്ങൾ. ആരും പറയുന്നില്ലേ? ജയപ്രകാശ് പ്രഭു. ഏ ശ്ലോകം അത് വരുന്നത്? ദേവീഹേഷ്യ ത്രിഭിർ ഗുണമഹി മമമായ ദുരത്യ. അറിയത്തില്ലേ? ഞാൻ കൂലംകുരിശിതമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള അറിവില്ലെന്ന് അറിയത്തില്ലേ? നിസ്സാര ചോദ്യങ്ങളല്ലേ ചോദിക്കത്തുള്ളൂ. അതിന് ഇത്രയും ചിന്തിക്കണോ? ഹരേ കൃഷ്ണ. 3 ഗുണങ്ങൾ. ഭഗവാന്റെ 3 ഗുണങ്ങൾ ആണ് നമ്മൾ ജനിക്കുന്നത്. ആ 3 ഗുണങ്ങളുടെ മൂലസ്വരൂപം നിലനിർത്തുന്നത് പ്രകൃതിയാണ്. സാത്വികം, രാജസികം, താമസികം. അങ്ങോട്ട് പോകാം. ഓക്കെ. ഭാഗ്യലക്ഷ്മി സരസ്വതി ദേവിയെ കുറിച്ച് പാട്ട് പാടാമോ? ഞാൻ പറഞ്ഞൊരു പാട്ടുണ്ട്, ആ പാടാമോ? അത് റെഡിയാണോ? അമ്മയടുത്ത് ചോദിച്ചു നോക്ക്. അല്ല, അമ്മയടുത്തൊരു പാട്ട് ഞാൻ പറഞ്ഞായിരുന്നു, അത് റെഡി ആയിട്ടുണ്ടോന്ന് ചോദിച്ചു നോക്ക്. എന്തോ? അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇന്നിപ്പോ സമയം കിട്ടിയില്ല കേട്ടോ. ഓക്കെ. സരസ്വതി ദേവിയുടെ ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കും. ഓക്കെ. ഹരേ കൃഷ്ണ. നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ഹിമഗിരി തനയേ ഹേ മലത്തെ അംബയേശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ ഹേ മലത്തെ
അംബരീശ്വരി ശ്രീ ലളിതേ മാമമ ഹിമഗിരിതനയേ ഹേമലതേ രമാവാണി സംസേവിത സകലേ രമാവാണി സംസേവിത സകലേ രാജരാജേശ്വരി രാമ സഹോദരി രാജരാജേശ്വരി രാമ സഹോദരി സാസനി നിന്നി ബബപ്പ മഗ ഗമ ഗമ പനി മപ ഗമ പനി സാസനി നിന്നി ബബപ്പ മഗ ഗമ ഗമ പനി മപ ഗമ പനി സഗ ഗമ നിജ സനി പനി നി ബബ മഗ മപ മനി പസാനി ഗസ മഗ സനി പനി സ മഗ ഗസ സനി നി സാസനി നി പബ മമ ഗമ പ ഗമ പാനി ഹിമഗിരിധനയേ ഹേമലതേ അംബരീശ്വരി ശ്രീ ലളിതേ മാമവ ഹിമഗിരിതനയേ ഹേമലതേ പാശാങ്കുശേഷു ദണ്ഡകരേ പാശാങ്കുശേഷു ദണ്ഡകരേ അംബ പരാത്പരേ നിജ ഭക്തവരേ ആശാംബര ഹരി ആശാംബര ഹരി കേശവിലാസേ ആശാംബര ഹരി കേശവിലാസേ ആനന്ദരൂപേ ആമിത പ്രദാപേ ആനന്ദരൂപേ ആമിത പ്രദാപേ സാസനി നിന്നി ബബപ്പ മഗ ഗമ ഗമ പനി മപ ഗമ പനി സാസനി നിന്നി പപ്പ മഗ ഗമ ഗമ പനി മപ ഗമ പനി സഗ ഗസനി സനി പനി നി ബബ മഗ മപ മനി പസാനി ഗസ മഗ സനി പനി സ മമ ഗഗ സനി നി സനി നി പപ മമ ഗമ പ ഗമ പാനി ഹിമഗിരിധനയേ ഹേമലതേ അംബരീശ്വരി ശ്രീ ലളിതേ മാമവ ഹിമഗിരിതനയേ ഹേമലതേ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിരിക്കുന്നു. ഹിമഗിരി തനയെ, ഹിമവാന്റെ പുത്രി അല്ലേ? 2 പിന്നെ പറഞ്ഞു രാധ രാധേശ്വരി, സാക്ഷാ രാധാറാണി. അവിടെയാണ് പരാശക്തി എന്ന് പറഞ്ഞു. ആദിപരാശക്തിയുടെ മൂലസ്ഥാനം രാധാറാണിയാണ്. ഇതാണ് ഫസ്റ്റിലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലക്ഷ്മി ദേവിയുടെ മൂലസ്ഥാനം രാധാദേവിയാണ്. ആ രാധാദേവിയിൽ നിന്നാണ് നമ്മൾ ഭൗതികമായി പരാശക്തി എന്ന് പറയപ്പെടുന്ന ആ ദേവിയിലേക്ക് നമ്മൾ വരുന്നത്. ഈ നവദുർഗയുടെ സ്ഥാനം എന്തായിരുന്നു? നവദുർഗ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? നവദുർഗയുടെ ഒറിജിൻ പാർവതി ദേവി. ഓക്കെ പാർവതി ദേവി. ഓക്കെ, ഇനി ഓപ്ഷൻ വരട്ടെ. ഇനി പറഞ്ഞത് ശൈലപുത്രിയിൽ നിന്ന്. ശൈലപുത്രി. ഇനിയും വരട്ടെ. ദുർഗാദേവി. ദുർഗാദേവി. ആ, കുറച്ചുകൂടെ അടുത്തു. ഇനിയും വരട്ടെ. സരസ്വതി ദേവി. സരസ്വതി ദേവിയും പിന്നെ സരസ്വതി സരസ്വതി വരട്ടെ. കാളി വരട്ടെ, വന്നോട്ടെ.
ഇനി പറയാനുള്ളവർ പറയട്ടെ. ഭാസ്കരൻ പ്രഭു. ലക്ഷ്മി ദേവി. കുളു തരാം. കുളു ദുർഗാദേവി എന്ന് പറഞ്ഞു. ഇനി ഒരാള് ഒരു ആവശ്യം കുളു തരാം. ശ്രീമദ് മഹാഭാഗവതം. ഇനിയും വേണമെങ്കിൽ കുളു തരാം. കുളു എട്ടാമത്തെ പുത്രൻ. ഞാൻ നേരത്തെ പറഞ്ഞ് കൂലംകുഷിതമായിട്ട് ഞാൻ ചോദിക്കത്തില്ലെന്നുള്ളത്. ഭഗവാൻ പറഞ്ഞോളൂ. ശ്രീകൃഷ്ണനിൽ നിന്നാണ് രാധാദേവിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞിരുന്നു. അത് കറക്റ്റ്. ആ രാധയിൽ നിന്നാണ് പരാശക്തി ഉണ്ടായിരിക്കുന്നത്. അതും സത്യം. പക്ഷേ അതെ, അതും സത്യം. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞ് കുറച്ചും കൂടെ അടുത്ത് എട്ടാമത്തെ പുത്രനെ കാണാൻ, ആ എട്ടാമത്തെ പുത്രനെ തന്റെ അന്തകനാണെന്ന് പറഞ്ഞ് കൊല്ലാൻ വന്ന കംസൻ ആരെയാ കണ്ടത്? യോഗമായാദേവി. ബഹിരംഗ ശക്തി, ഭഗവാന്റെ ബഹിരംഗ ശക്തി ദുർഗാദേവിയാണ് കാണുന്നത്. ആ പെൺകുഞ്ഞിനെയാണ് കാണുന്നത്. പെൺകുഞ്ഞിനെ അപ്പം കംസൻ ചിന്തിക്കും, നാരദ മഹർഷി പറഞ്ഞത് ചിന്തിക്കും. അങ്ങനെയാണ് 3, 4 കുട്ടികളെ വെറുതെ വിട്ടു. നാരദ മഹർഷി ഇടപെട്ടതിന് ശേഷമാണ് പിന്നെ ആ കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് കൊല്ലുന്നത്. അപ്പൊ ആ നാരദ മഹർഷി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കും. കൃഷ്ണൻ 1 8 ആക്കും, 8നെ 7 ആക്കും. ചിലപ്പം ആൺകുട്ടിയായിട്ട് വരും, ചിലപ്പം പെൺകുട്ടിയായിട്ട് വരും. ഇതൊന്നെല്ലാം കൃഷ്ണന്റെ മാജിക്കാണ് എന്ന് പറയും. അങ്ങനെ ആ പെൺകുഞ്ഞിനെ വധിക്കുവാനായിട്ട് കാലിൽ തൂക്കിയെടുക്കുമ്പോൾ കംസന്റെ കയ്യിൽ നിന്ന് പിടിവിടുകയാണ്. സ്ലിപ്പായിട്ട് ആകാശത്തേക്ക് പോയിട്ട് പറയുകയാണ്, ഹേ മൂർഖ കംസ, നിന്റെ അന്തകൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു എന്നുള്ളത്. ഭഗവാന്റെ യോഗമായ ശക്തിയായിരുന്നു അത് ദുർഗാദേവി. ബഹിരംഗ ശക്തി. അന്തരംഗ ശക്തിയാണ് രാധാദേവി, ഹ്ലാദിനി ശക്തി. ആ യോഗമായ ശക്തിയിൽ നിന്നാണ് ചണ്ഡികാദേവി, കന്യാകുമാരി എന്ന് തുടങ്ങിയ 9 ദേവിമാരുടെ ഉത്ഭവം, നവദുർഗ. നമ്മൾ ഇവിടെ ആചരിക്കുന്നത് സാക്ഷാൽ മഹിഷാസുരനെ മർദ്ദിക്കുന്നതിന്റെ ഭാഗമായിട്ടും വിജയിക്കുന്നതിന്റെ ഭാഗമായിട്ടും നമ്മൾ 9 ദിവസം ആചരിക്കും. ശരിക്കുമുള്ള ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊമ്മക്കൊലുകളൊക്കെ തീർത്തിട്ട് എല്ലാ ദിവസവും വീട്ടിലേക്ക് സുമംഗലികളെ വിളിക്കും. വിവാഹിതരായ സുമംഗലികളെ വിളിക്കും. താമ്പൂലം, വെറ്റയം വാക്കൊക്കെ കൊടുക്കും, വസ്ത്രദാനങ്ങളൊക്കെ കൊടുക്കും, പാട്ടുകളൊക്കെ പാടും. ഇതാണ്. എങ്ങനെയാണെങ്കിലും ഈ 9 ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം എന്താണ്? നമ്മൾ കുറച്ചൊരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോയിരിക്കുകയാണ്. നമ്മൾ എന്ത്? കാർത്യായനി മഹാമായേ മഹായോഗിന്നദീശ്വരി നന്ദദേവ സുതം ദേവി പതിന്നേ കുരുതേ നമഃ. കാർത്യായനി മഹാമായേ. കാർത്യായനി ദേവിയെ നമ്മള് ഭാഗവത്തിൽ എവിടാ കാണുന്നത്? കാർത്യായനി ദേവിയെ ഭാഗവത്തിൽ നമ്മൾ എവിടെയാ കാണുന്നത്? ജയപ്രകാശ് പ്രഭു എല്ലാം മറന്നു. കാർത്യായനി ദേവി പ്രഭു ഭാഗവത്തിലൊരു കഥയല്ലേ പറഞ്ഞോളൂ. ഞാൻ ഭാഗവത്തിന്റെ നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞില്ലല്ലോ, കഥകൾ കേട്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞോളൂ. കാർത്യായനി ദേവി ഒരുപാട് പ്രാവശ്യം ജയപ്രകാശ് പ്രഭു കഥ. സുശീം പ്രഭു ഫിലോസഫിക്കലായിട്ട് വരുമ്പോഴാണ് സുശീം പ്രഭുവിന്റെ ചോദിക്കുന്നത്. ഹരേ കൃഷ്ണ. ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരുപാട് കൂലംകുഷിതമായിട്ടല്ല ചോദിക്കുന്നത്. രുക്മിണിയെ ഭഗവാൻ എവിടെ വെച്ചാ കാണുന്നത്? രുക്മിണി അമ്മേ, രുക്മിണി അമ്മ ദുർഗാദേവിയുടെ ക്ഷേത്രത്തില് എനിക്ക് ഭഗവാനെ കിട്ടണമെന്ന് ഇന്നും രാവിലെ പോയി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയാണിത്. കാർത്യായനി മഹാമായേ മഹാദേവിന്നദീശ്വരി നന്ദദേവസുതം ദേവി പതിന്മേ കുരുതേ നമഃ. കാർത്യായനി മഹാമായേ, ഭഗവാനെ, നന്ദദേവരുടെ പുത്രനെ
കൃഷ്ണനെ എനിക്ക് പതിയായി കിട്ടണം, എനിക്ക് നാഥനായി കിട്ടണം. സ്ത്രീകൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പുരുഷന്മാരും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം സ്ത്രീലിംഗവും ഭഗവാൻ മാത്രം. അതുകൊണ്ടാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നത്. പ്രഥമ പുരുഷനാണ്. പുരുഷഭാവം ഭഗവാന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് പരിപൂർണതമനായ ഭഗവാൻ, പരിപൂർണതമൻ എന്ന് പറയുന്നത്. ബാക്കി ആണുങ്ങള് പരമ്പര നിലനിർത്തുവാൻ വേണ്ടിയിട്ട് പുരുഷ രൂപം കൊടുത്തിരിക്കുന്നു ഭഗവാൻ. യഥാർത്ഥ പുരുഷൻ ഭഗവാൻ മാത്രം. ഇവിടെ പുരുഷന്മാരും ഇതേ മന്ത്രം ജപിക്കുന്നത് തൻ്റെ നാഥൻ, പ്രൊട്ടക്ടർ, സംരക്ഷകൻ, ലീഡർ എന്നർത്ഥത്തിലാണ്. അപ്പം പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ജപിക്കേണ്ട മന്ത്രമാണ്. അപ്പൊ ഈ 9 ദിവസം വളരെ മനോഹരമായിട്ട് വിളക്ക് കൊളുത്തി ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിക്കേണ്ട മന്ത്രം. മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. ഭൗതികമായിട്ട് എന്തും തരാനുള്ള ശക്തിയുണ്ട്, പക്ഷേ അതിനെല്ലാം നിലനിൽപ്പും കാണത്തില്ല. അതൊന്നും ശാശ്വതവുമല്ല. ഭഗവാനെ സംരക്ഷകനായി കിട്ടിക്കഴിഞ്ഞാൽ അത് ദുർഗാദേവിക്ക് തരാനുള്ള കഴിവുമുണ്ട്, ഭഗവാന്റെ അനുഗ്രഹം തരാനുള്ള കഴിവുമുണ്ട്. കാര്യം പരാശക്തി നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്റെ ബഹിരംഗ ശക്തിയാണ്. അപ്പം ദിവസവും അതുകൊണ്ടാണ് നമ്മൾ നാരായണൻ നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവിയും സരസ്വതിയും വ്യാസം, ഗുരുവിനെയും അക്ഷരരൂപിണിയായ സരസ്വതി ദേവിയും വന്ദിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ വായിക്കേണ്ടത്. ഇത് പ്രമാണം. അപ്പൊ ഈ 9 ദിവസം സരസ്വതി സ്തുതിയും പ്രാർത്ഥിച്ച്, വിദ്യാദേവതയെ പ്രാർത്ഥിച്ച്, ആധ്യാത്മിക വിദ്യയിൽ മുന്നേറാനുള്ള അഭ്യർത്ഥന, അപേക്ഷ സരസ്വതി ദേവിയോട് ചെയ്യണം. ഈ മന്ത്രവും ജപിക്കണം. കാർത്യായനി മഹാമായി മഹായോഗിൻ നദീശ്വരി നന്ദദേവസുതൻ ദേവി പതിന്മേ കുരുതിയെന്നു. വീട്ടിൽ ഒരുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വീടുകളിൽ ഈ ഒരൊറ്റ മന്ത്രം ഭഗവാന്റെ മുന്നിൽ വിളക്കൊളുത്തിട്ട് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളു കാര്യം. ഹരേ കൃഷ്ണ. അപ്പൊ ഇതാണ് നവരാത്രിയെ പറ്റി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. 3 ഗുണങ്ങളുടെ സ്വരൂപിണിയാണ്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. അത് പിന്നെ വരുമ്പം സാത്വികം, രാജസികം, താമസികം. ഈ 3 ഗുണങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ഇഴചേർന്ന് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത്. ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തി നേടാൻ അമ്മയുടെ അടുത്ത് ചോദിക്കണം. ഞാൻ അമ്മയുടെ മടിത്തട്ടിലാണ് കിടക്കുന്നത്, ഇങ്ങനെ കിടന്നത് കൊണ്ടാണ് അമ്മയും കാണുന്നില്ലേ എൻ്റെ ദുഃഖങ്ങളെല്ലാം. അതുകൊണ്ട് ഭഗവാന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് മാർഗം തരണം, ഭഗവാന്റെ അനുഗ്രഹം എനിക്കുണ്ടാകണം ശാശ്വതമായിട്ട്. അതല്ലേ ശാശ്വതമായ ആനന്ദവും. ഈ ഒരു പ്രാർത്ഥനയാണ് ഈ 9 ദിവസം നമുക്ക് വേണ്ടത്. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകം നമ്മൾ വായിച്ചു കഴിഞ്ഞു. 24-ാമത്തെ ശ്ലോകവും ഇവിടെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആ സ്ഥിരപഷ്ടന്റെ നിർവചനം നമ്മൾ വായിച്ചു, പഠിച്ചു. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ശ്ലോകങ്ങള് ത്യാഗവും ജ്ഞാനത്തെയുമാണ്. ത്യാഗവും ജ്ഞാനത്തെയും കുറിച്ചിട്ടാണ്. ഇവിടെ അടുത്ത ശ്ലോകം അപ്പം യോഗവിദ്യകളെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ തന്നെ എല്ലാ കാര്യങ്ങളും വിശദമാക്കി പറയുന്നു. യോഗവിദ്യകളെ പറ്റി പറഞ്ഞു. പണ്ടുള്ളവർ ഇത്തരം യോഗങ്ങൾ അഭ്യസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും, ഒരു കാര്യം പോലും ഭഗവാൻ ഒളിച്ചു വെക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലും അത് ആവശ്യം. നമ്മൾ അങ്ങനല്ല. എത്രയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാലും ഒരു ചെറിയ 1% അത് നമ്മൾ ഹൈഡ് ചെയ്യും, മനസ്സിനുള്ളിൽ വെക്കും, ഗൂഢമായിട്ട് വെച്ച് കളയും. അതിപ്പം തൽക്കാലം പറയണ്ടെന്ന് വിചാരിക്കും. ഭാര്യയും ഭർത്താവും തന്നെ പോയി കഴിഞ്ഞാലും, രണ്ടുപേരും ഒരുമിച്ച് പോയി കഴിഞ്ഞാലും തുറന്നു പറയാൻ നടത്തുമ്പോഴത്തേക്കും ഭർത്താവ് ഭാര്യയോടോ ഭാര്യയോ ഭർത്താവിനോടോ ഒരു കൈ ഇങ്ങനെ ചൊറിയും. അത് മാത്രം പറയണ്ട.
പക്ഷെ ഭഗവാനെ സംബന്ധിച്ചുള്ള അതാണ് ഭഗവാൻ, ഗുണങ്ങളുടെ മൂലസ്വരൂപമാണ് ഭഗവാൻ. എല്ലാം പറഞ്ഞു തരികയാണ്. അപാനെ ജുഹതി പ്രാണം പ്രാണേ അപാനം തഥാ പരേ പ്രാണാപാനഗതി രുത്വ പ്രാണായാമ പരായണഃ അപരേ നിയതാഹാരഃ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം 29-ാമത്തെ ശ്ലോകത്തിലോട്ട് സ്വാഗതം. അപാനേ ജുഹ്വതി പ്രാണം. അൺമ്യൂട്ട് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ അപാനം തഥാ പരേ പ്രാണേ അപാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമ പരായണാഃ പ്രാണായാമ പരായണാഃ അപരേ നിയതാഹാരാഃ അപരേ നിയതാഹാരാഃ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ശബ്ദാർത്ഥം ബൈ ശ്രീ ശ്രീ രൂപാദ കിജി. അപരേ മറ്റുള്ളവർ പ്രാണായാമ പരായണാഃ പ്രാണായാമ പരായണന്മാർ പ്രാണാപാനഗതി പുറത്തേക്കും അകത്തേക്കും പോകുന്ന വായുവിന്റെ ഗതികളെ രുദ്ധ്വ നിയന്ത്രിച്ചിട്ട് അപാനെ താഴോട്ട് പോകുന്ന വായുവിൽ അപാനെ താഴോട്ട് പോകുന്ന വായുവിൽ പ്രാണം പുറത്തോട്ട് പോകുന്ന വായുവിനെ ജുഹ്വതി ഹോമിക്കുന്ന തഥാ അപ്രകാരം പ്രാണേ പുറത്തേക്ക് പോകുന്ന വായുവിൽ അപാനം ച അപാനനെയും ജുഹ്വതി ഹോമിക്കുന്നു. അപരേ വേറെ ചിലർ നിയതാഹാരന്മാരായിട്ട് നിയന്ത്രിതമായ ആഹാരത്തോടു കൂടിയവരായിട്ട് പ്രാണങ്ങളെ പുറത്തേക്ക് പോകുന്ന വായുവിനെ പ്രാണേഷു പ്രാണങ്ങളിൽ ജുഹ്വതി ഹോമിക്കുന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദ കീജി. ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും ഉച്ഛ്വാസചലനത്തെ ശ്വാസത്തിലും അർപ്പിച്ചുകൊണ്ട് ശ്വാസനിരോധം ചെയ്ത് സമാധിയിൽ വർത്തിക്കുവാൻ താത്പര്യമുള്ള മറ്റു ചിലരുണ്ട്. ഇപ്രകാരം അവർ ശ്വാസത്തെ പൂർണ്ണമായി നിർത്തി അവസാനം സമാധിസ്ഥരാകുന്നു. മറ്റു ചിലർ ആഹാര നിരോധത്താൽ ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു. യോഗവിദ്യകളെ പറ്റി പറയുകയാണ്. അപാനേ ജുഹ്വതി പ്രാണം. മ്യൂട്ടാണ്. പ്രാണേ അപാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമ പരായണാഃ അപരേ നിയതാഹാരാഃ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. പ്രാണായാമത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ജയപ്രകാശ് പ്രഭു ശരിക്കും. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേപാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമ പരായണാഃ അപരേ നിയതാഹാരാഃ പ്രാണാൻ
प्राणान् प्राणेषु जुह्वति अपाने जुह्वति प्राणं प्राणे पानं तथा परे प्राणापानगतिरुद्ध्वा प्राणायामपरायणाः अपरे नियताहाराः प्राणान् प्राणेषु जुह्वति. ഹരേ കൃഷ്ണ. നന്നു. अपने जिह्वति प्राणं प्राणे अपनं तथा परे प्राणापानागतिरुद्ध्वा प्राणायामपरायणाः अपरे नियताहार प्राणं प्राणेषु जुह्वति. ഹരേ കൃഷ്ണ. പ്രാണാപാന ദീർഘം വരണേ. പ്രാണാപാന എന്ന് പറഞ്ഞാൽ പ്രാണാപാന. പ്രാണാപാന. ആ ഓക്കെ. ശബ്ദം. हरे कृष्ण. अपाने जुह्वति प्राणं प्राणे अपानं तथा परे प्राणापानगतिरुद्ध्वा प्राणायामपरायणाः अपरे नियताहार प्राणान् प्राणेषु जुह्वति. हरे कृष्ण. अपाने जुह्वति प्राणं प्राणे अपानं तथा परे प्राणापानगतिरुद्ध्वा प्राणायामपरायणाः अपरे नियताहार प्राणान् प्राणेषु जुह्वति. ഹരേ കൃഷ്ണ. ആദിരാജിക്ക് വായിക്കാൻ പറ്റുമോ? ഉണ്ടോ ശ്ലോകം? കിട്ടിയോ? പറഞ്ഞു തരാം. ആ ഓക്കെ. അപാനേ ജുഹ്വതി പ്രാണം അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ അപാനം തഥാ പരേ പ്രാണം അപാനേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണാഃ പ്രാണാപായപരായണാഃ പ്രാണായാമപരായണാഃ പ്രാണാപായപരായണാഃ പ്രാണായാമ പ്രാണായാമം എന്നുള്ള പ്രാണായാമപരായണാഃ പ്രാണായാമപരായണാഃ അപരേ നിയതാഹാര അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. സിമി ഹരേ കൃഷ്ണ. हरे कृष्णा. अपने जुह्वति प्राणां प्राणे अपनां तदा परे प्राणापनागतिरुद्ध्वा प्राणायामपरायणाः अपरे नियताहारः प्राणान् प्राणेषु जुह्वति. हरे कृष्णा. ഹരേ കൃഷ്ണ. ആശാജി വായിക്കാൻ പറ്റുമോ? हरे कृष्ण. अपाने जुह्वति प्राणं प्राणे अपानं तथा परे प्राणापानगतिरुद्ध्वा प्राणायामपरायणाः अपरे नियताहार प्राणान् प्राणेषु जुह्वति. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി പ്രഭു. हरे कृष्ण. अपाने जुह्वति प्राणं प्राणे अपानं तथा परे प्राणापानगतिरुद्ध्वा प्राणायामपरायणाः अपरे नियताहारा प्राणान् प्राणेषु जुह्वति. അപരേ നിയതേഹാര
നിയതാഹാര നിയതാഹാര അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. ചേച്ചി. ഹരേ കൃഷ്ണ. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ അപാനം തഥാ പരേ പ്രാണാപാനഗതി രുദ്ധ്വാ പ്രാണായാമപരായണഃ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ അപാനം തഥാ പരേ പ്രാണാപാനഗതി രുദ്ധ്വാ പ്രാണായാമപരായണഃ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. ആമി. ഓക്കെ, ഭാസ്കരൻ ബ്രോ ചൊല്ലിക്കോളൂ. അപനേ ജുഹതി പ്രാണം പ്രാണേയാപാനം തഥാ പരേ പ്രാണാവനാഗതിം രുദ്ധ്വാ പ്രാണായാമപരായണഃ ഹരേ കൃഷ്ണ. അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആമി. ഹരേ കൃഷ്ണ. अपने जुवति प्राणां प्राणे अबन तदा परे प्राणापानागतिरुद्ध्वा प्राणायामपरायणाः अपरे नियताहार प्राणान् प्राणेषु जुह्वति. हरे कृष्ण. अपने जुहति प्राणं प्राणे अपानं तथा परे प्राणापानगति रुद्ध्वा प्राणायामपरायणाः अपरे नियताहार प्राणान् प्राणेषु जुह्वति. हरे कृष्ण. विपिन प्रभु. अपाने जुह्वति प्राणं प्राणे अपानं तथा परे प्राणापानगति रुद्ध्वा प्राणायामपरायणाः अपरे नियताहार प्राणान् प्राणेषु जुह्वति. हरे कृष्ण. हरे कृष्ण. വിസ്മയ എവിടെ? നാളെ പരീക്ഷയായിട്ട് പോയി പഠിക്കുന്നു. ഓക്കെ, നന്നായി. ഹരേ കൃഷ്ണ. ഇനി ഭാഗ്യലക്ഷ്മിക്ക് ചെല്ലാമോ? കേൾക്കുന്നോ? ഓക്കെ, ചെല്ലാൻ പറ്റുമോ? മിസ്സായി. ഓക്കെ. സുശീം പ്രഭു, ശ്ലോകവും വിവർത്തനവും ഭാവാർത്ഥവും. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ അപാനം തഥാ പരേ പ്രാണാപാനഗതി രുദ്ധ്വാ പ്രാണായാമപരായണഃ അപരേ നിയതാഹാരഃ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. ഭാഗ്യലക്ഷ്മി ഓൺലൈൻ ഉണ്ടോ? വായിക്കാൻ പറ്റുമോ? കിട്ടുന്നുണ്ടോ? ഓക്കെ, എന്നാ വായിച്ചോളൂ. അപാനേ ജുഹ്വതി പ്രാണം ജുഹ്വതി പ്രാണം പ്രാണേ അപാനം തഥാ പരേ പ്രാണാപാനഗതി രുദ്ധ്വാ പ്രാണായാമപരായണാഃ അപരേ നിയതാഹാര
നെറ്റ് ഇഷ്യൂ ഉണ്ട്. അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ഞാൻ ശ്ലോകം ഇടാം വോയിസിൽ. ഓക്കെ, ഹരേ കൃഷ്ണ. നിവേദ്, സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ എന്ത് പറ്റി ഇവിടെ? ഇല്ലില്ല, ഒന്നുമില്ല. കുഴപ്പമില്ല. ശ്ലോകം ചെല്ലാൻ പറ്റുമോ? ശ്ലോകം ഞാനിപ്പോ വന്നേ ഉള്ളൂ, എനിക്ക് നമ്പർ അറിയില്ല. 4-ാമത്തെ അധ്യായത്തില് 29-ാമത്തെ ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. 29 ശ്ലോകമാണ്. ഓക്കെ, ഒരു 5 minutes. ഓക്കെ, നോ ഇഷ്യൂ. അപ്പം ശുചിം പ്രഭു ഭാവാർത്ഥം വായിക്കുമ്പോഴത്തേന് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ശ്ലോകം ചെല്ലാം. ഓക്കെ, അപ്പം ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും ഉച്ഛ്വാസചലനത്തെ ശ്വാസത്തിലും അർപ്പിച്ചുകൊണ്ട് ശ്വാസനിരോധം ചെയ്ത് സമാധിയിൽ വർത്തിക്കുവാൻ താല്പര്യമുള്ള മറ്റു ചിലരുണ്ട്. ഇപ്രകാരം അവർ ശ്വാസത്തെ പൂർണ്ണമായി നിർത്തി അവസാനം സമാധിസ്ഥരാകുന്നു. മറ്റു ചിലർ ആഹാര നിരോധത്താൽ ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു. അപ്പൊ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ശ്വാസത്തെ കൺട്രോൾ ചെയ്യുക. 2ാമത്തെ കാര്യം എന്താണ്? ആഹാരത്തെ കൺട്രോൾ ചെയ്യുക. 2 നിയന്ത്രണങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 1 ശ്വാസ നിയന്ത്രണം, 2 ആഹാര നിയന്ത്രണം. സുശീം പ്രഭു ഭാവാർത്ഥം വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഭാവാർത്ഥം ശീല പ്രഭാതർ കീറ്റി. ശ്വാസോച്ഛ്വാസ നിയന്ത്രണത്തിനായുള്ള ഈ യോഗ പ്രക്രിയ പ്രാണായാമം എന്നറിയപ്പെടും. ആരംഭത്തിൽ ഹഠയോഗ പദ്ധതി പ്രകാരം വ്യത്യസ്തങ്ങളായ ആസനങ്ങൾ അവലംബിച്ചു കൊണ്ടാണ് ഇത് ശീലിക്കുന്നത്. ആത്മസാക്ഷാത്കാര പുരോഗതിക്ക് വേണ്ടിയും ഇന്ദ്രിയ സംയമനത്തിനായും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ പ്രക്രിയകളെല്ലാം. ശരീരത്തിലുള്ള വായുവിനെ നിയന്ത്രിച്ച് തിരിച്ചു വിടുന്നതിന് ഈ പരിശീലനം സഹായിക്കുന്നു. അപാന വായു താഴോട്ട് പോകുന്നതും പ്രാണവായു മേലോട്ട് ഉയരുന്നതുമാണ്. പ്രാണായാമ യോഗി എതിർദിശകളിൽ ശ്വാസത്തെ സഞ്ചരിപ്പിക്കുന്നു. 2 പ്രവാഹങ്ങളും തുല്യമായി പൂരകമെന്ന സ്ഥിതി കൈവരുന്നത് വരെ അത് തുടരുകയും ചെയ്യുന്നു. ശ്വാസത്തിൽ അർപ്പിതമാകുമ്പോൾ രേചകമെന്നും വായുപ്രവാഹങ്ങൾ 2ഉം സ്തംഭിക്കുമ്പോൾ കുംഭക യോഗമെന്നും പറയുന്നു. ഈ കുംഭക യോഗം പരിശീലിച്ചിട്ട് ആത്മസാക്ഷാത്കാര പൂർണ്ണതയ്ക്കായി ജീവിത ദൈർഘ്യം കൂട്ടാൻ സാധിക്കും. ബുദ്ധിമാനായ ഒരു യോഗി അടുത്ത ജന്മത്തിന് കാത്തിരിക്കാതെ ഈ ജന്മത്തിൽ തന്നെ പൂർണ്ണത കൈവരിക്കാൻ ആഗ്രഹിക്കുന്നു. കുംഭക യോഗ പരിശീലനം കൊണ്ട് യോഗി തന്റെ ജീവിതത്തിന്റെ ദൈർഘ്യം അനേകം വർഷങ്ങളായി വർദ്ധിപ്പിക്കുന്നു. കൃഷ്ണാവബോധം വന്ന ഒരാൾക്കാകട്ടെ എപ്പോഴും അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ മുഴുകിയിരിക്കയാൽ സ്വാഭാവികമായി തന്നെ ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കും. എല്ലായ്പ്പോഴും കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അയാളുടെ ഇന്ദ്രിയങ്ങൾക്ക് മറ്റു കർമ്മങ്ങളിൽ ചെന്ന് പെടാനാവില്ല. അതുകൊണ്ട് ജീവിതാവസാനത്തിൽ കൃഷ്ണന്റെ അതീന്ദ്രിയ തലത്തിൽ സ്വാഭാവികമായും അയാൾ എത്തിച്ചേരും. ആ നിലയ്ക്ക് തന്റെ ഇഹലോക ജീവിതം ദീർഘിപ്പിക്കുവാൻ ആ ഭക്തൻ ശ്രമിക്കുകയുമില്ല. ഭഗവത്ഗീത 14:26 പറയുന്നത് പ്രകാരം അയാൾ ഉടനെ തന്നെ മുക്തി പദത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. മാം ചായോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഭഗവാന്റെ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ഒരാൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ക്ഷണേന ആത്മീയ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. കൃഷ്ണാവബോധവാനായ വ്യക്തിയുടെ തുടക്കം തന്നെ അതീന്ദ്രിയത്തിൽ നിന്നാണ്. അയാൾ എപ്പോഴും ആ അവബോധത്തിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് പതനത്തിന്റെ പ്രശ്നമില്ല. അവസാനം അയാൾക്ക് അഭിരേണ ഭഗവത് സന്നിധി പോകുകയും ചെയ്യാം. കൃഷ്ണപ്രസാദം അഥവാ ഭഗവാന് ആദ്യം നിവേദിച്ച ആഹാരം മാത്രം ഭക്ഷിക്കുന്നത് കൊണ്ട് ആഹാര നിയന്ത്രണത്തിന്റെ ബലം താനെ സിദ്ധിക്കും. ആഹാരം ചുരുക്കുന്നത് ഇന്ദ്രിയ സംയമനത്തിന് വളരെ സഹായമത്രേ. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം ഇന്ദ്രിയ സംയമനമില്ലാതെ സാധ്യവുമല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. യോഗവിദ്യയെക്കുറിച്ച് വിശാലമായ ഒരർത്ഥമാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാ യോഗവിദ്യകളെ കൊണ്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുസ് കൂട്ടുക എന്നുള്ളതാണ്. അതായത്
ദീർഘശ്വാസം കൂട്ടുക, ആയുസ് കൂട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ പഠിച്ചതിന് ശേഷം ഇപ്പം ഇത്രയും വായിച്ചു, യോഗ വിദ്യയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതിനകത്ത് ശ്വാസനിർണം, പൂരക്, ശ്വാസകോശത്തിലേക്ക് ശ്വാസം വലിക്കുന്ന പ്രക്രിയയാണ് പൂരക് എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് രേചക്, ശ്വാസകോശങ്ങളെ ശൂന്യമാക്കുന്ന പ്രക്രിയ, മൊത്തം ഫുള്ള് എംറ്റി ആക്കുകയാണ്, രേചക് എന്ന് പറഞ്ഞത്. അന്തർകുംഭക്, ശ്വസനത്തിന് ശേഷം ശ്വാസകോശത്തിൽ ശ്വാസം പിടിച്ച് കുറച്ച് സമയത്ത് സെർട്ടൺ ടൈമിൽ പിടിച്ച് നിർത്തണം. അത് കൂടുതലായി കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇത് വലിയൊരു ക്രിട്ടിക്കലാണ്. ആള് മരിച്ചു പോകും. ബ്രീത്ത് ഇങ്ങനെ ശ്വാസം തടസ്സപ്പെട്ടു പോകും. അപ്പം അന്തർകുംഭക്, ശ്വസനത്തിന് ശേഷം ശ്വാസകോശത്തിൽ ശ്വാസം പിടിക്കുക. സസ്പെൻഷൻ കാലയളവിൽ പുറപ്പെടുന്ന ശ്വാസം ഇൻകമിങ് ശ്വാസനത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെടും. ബാഹ്യകുംഭക്, ശ്വസനത്തിന് ശേഷം ശ്വാസകോശം ശൂന്യമായി സൂക്ഷിക്കുന്നു വീണ്ടും. പിന്നെ വീണ്ടും വിടുമ്പം സസ്പെൻഷൻ കാലയളവിൽ ഇൻകമിങ് ശ്വാസം പുറത്തേക്ക് പോകുന്ന ശ്വസനത്തിൽ സസ്പെൻഡ് ചെയ്യും. അപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എത്ര പേർക്ക് ഇത് ചെയ്യാൻ പറ്റും? ഇത് സമയമെടുത്ത് ചെയ്യണം. എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ എല്ലാം ആയുസ് കൂട്ടും, യാതൊരു രോഗങ്ങളും വരത്തില്ല, എല്ലാ ദിവസവും ഇത് നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് റെഡിയാണ് ഇത് ചെയ്യാൻ? ഓക്കെ, ഭാഗ്യലക്ഷ്മി. ഓക്കെ, എത്ര പേര് ചെയ്യും? പ്രത്യേകിച്ച് മുതിർന്നവരോടാണ് ചോദിക്കുന്നത്. രാജീവ് പ്രഭു. കൃത്യമായിട്ട് എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? എന്തോ ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് അതിന്റെ സത്യം. സത്യം. അതുകൊണ്ടാണ് ഭഗവാൻ ആദ്യം ചെയ്തു തരുന്നത്. ഇത് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ യുഗത്തില് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പം മുതൽ രാവിലെ കിടന്നുറങ്ങുമ്പം വരെ, അതിലൂടെ സ്വപ്നം കാണുന്നത് വരെ നമുക്ക് കൂലങ്കുഷിതമായ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ശ്വാസത്തെ കൺട്രോൾ ചെയ്ത് നമുക്ക് യോഗവിദ്യ പഠിക്കാൻ പറ്റും? ഇപ്പം കാണിക്കുന്ന യോഗ ക്ലാസ്സുകളെല്ലാം ചീറ്റിംഗ് അല്ലേ? ഫുൾ ചീറ്റിംഗ് ആണ്. മണി മേക്കിംഗ് ബിസിനസ് അല്ലാതെ ഒരു കൃത്യമായ യോഗയില്ല. പ്രത്യേകിച്ച് യോഗ പോകുന്നവർ ആകെ അസുഖങ്ങൾ പിടിച്ചു വരുമ്പോഴാണ് നമുക്ക് കുറച്ച് നടക്കാൻ പറയും, പിന്നെ യോഗ ചെയ്യാൻ പറയും, പ്രാണായാമം ചെയ്യാൻ പറയും. അതുവരെ നമ്മളൊന്ന് അസുഖം വന്നു തുടങ്ങുമ്പോഴാണ്, പ്രത്യേകിച്ച് പേഷ്യൻസ് ആണ് പോകുന്നത്. പിന്നെ കാശുള്ളവർ പോകും, ഒരു പാഷനായിട്ട് പോകും. പക്ഷെ നടക്കുന്നതെല്ലാം ഇതുകൊണ്ട് ഒരു റിസൾട്ടും കാണത്തില്ല. സത്യം പറയുക, എൻ്റെ റിസൾട്ട് വളരെ ശൂന്യമായിരിക്കും. കുറച്ച് കാലത്തേക്ക് ആശ്വാസം വരുന്നെങ്കിലും എൻ്റെ റിസൾട്ട് കാണത്തില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പോയിരുന്നു. എറണാകുളത്താണ്. അദ്ദേഹം ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു ഇൻസ്ട്രക്ടറാണ്. അപ്പം എൻ്റെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ്, ഇപ്പം പ്രാണായാമം ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം ഒക്കെ പറഞ്ഞു. അദ്ദേഹവും മരിച്ചു പോയത് ബ്രീത്ത് പ്രശ്നമുണ്ടായിട്ടാണ്. സത്യം പറയുക, യോഗയുടെ ഇൻസ്ട്രക്ടറാണ്. പെട്ടെന്ന് ഹോസ്പിറ്റലാക്കി, ബ്രീത്ത് പ്രശ്നമായി മരിച്ചു. ഇനി യോഗത്തിന്റെ ടീച്ചേഴ്സ് 12 മണിക്കൂർ 16 മണിക്കൂർ അവൻ്റെ ഇഷ്ടത്തിന് കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് അവൻ്റെ ഇഷ്ടത്തിന് 10 മിനിറ്റ് യോഗ ചെയ്ത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 10 മിനിറ്റ് യോഗ ചെയ്തിട്ട് പിന്നെ വീണ്ടും കിടന്നുറങ്ങുന്നതിന് യോഗയാണോ? യോഗ എന്ന് പറയുന്നത് ലൈഫിനെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്, ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു യോഗിക്ക് ഇൻസ്ട്രക്ടർ ഉണ്ട്, ഭയങ്കര പുകവലിയാണ്, വലിയ പരസ്യമാണ് അവിടെ ഉള്ളത്, പേര് ഞാൻ മറന്നുപോയി. ഭയങ്കര പരസ്യം, ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്ന ക്ലാസ്സിന് വരാത്ത ഒരാൾ യോഗയ്ക്ക് പോവുകയാണ് ഈ സമയത്ത്. ഭയങ്കര യോഗയാണെന്നാ. തിരിച്ചു വരും, എനിക്കറിയാം തിരിച്ചു വരും, തീർച്ചയായിട്ടും തിരിച്ചു വരും. ആ യോഗ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സമയം മൊത്തം ഭയങ്കര പുകവലിച്ചിട്ട് ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ ആയുർവേദ ഡോക്ടറെ പോയി കാണുക. ഇതാണ് ഇവിടുത്തെ യോഗം. അപ്പം ശീലപ്രഭുപാദര് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഡോണ്ട് ഗിവ് എനി ചാൻസ് ടു ദം ടു ഡൈവേർട്ട് അവർ ലൈഫ് എന്നാണ് പറഞ്ഞത്. ദേ ആർ ചീറ്റേഴ്സ് എന്നാണ് ശീലപ്രഭുപാദര് വ്യക്തമായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പം ഇവിടെ യോഗ പരിശീലനം കൊണ്ടെല്ലാം
അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെ പരിപൂർണമായി സാക്ഷാത്കരിക്കപ്പെടുക. ജീവിതത്തെ സാക്ഷാത്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പം യോഗ ചെയ്യുന്ന ഒരു വ്യക്തി അധികം ജോലി ചെയ്യാൻ പാടില്ല, ജോലി ഇല്ലാതിരിക്കണം, ജോലി ചെയ്യാതെ ഇരിക്കണം, ആഹാരം കുറച്ച് കഴിക്കണം. എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? ജോലി ചെയ്യാതിരിക്കാൻ പറ്റും? ജോലി കൂടുതൽ ചെയ്യരുത്, ആഹാരം കുറച്ച് കഴിക്കണം. ഇത് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള 2 അത്യാവശ്യ കാര്യങ്ങളാണ്. ജോലി കൂടുതൽ ചെയ്യാൻ പോകരുത്, മനസ്സ് പ്രക്ഷുബ്ധമാകും. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് യോഗ ചെയ്യാൻ പറ്റത്തില്ല. ആഹാരവും കുറച്ചേ കഴിക്കാവൂ. അപ്പൊ ഇവിടെ സിമ്പിളായിട്ട് ശാസ്ത്രം പറയുന്നു, ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നു, നിവേദിക്കപ്പെട്ട ഭക്ഷണം. അവിടെയാണ് ഇവിടെ പറഞ്ഞത്, മാം ചയോ അവ്യഭിചാരേണേ ഭക്തിയോഗേന സേവനെ സഗുണാൻ സമതീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഭഗവാന്റെ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ഒരാൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച്. നേരത്തെ ഞാൻ പറഞ്ഞു, ത്രിഗുണങ്ങൾ, മായാശക്തി, മായാദേവിയെ, അവിടെയാണ് മായാദേവിയുടെ അസ്തിത്വം. ഞങ്ങൾക്ക് നവരാത്രിയായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റാണ് വന്നത്. എങ്ങനെയോ കോയിൻസൈഡ് ആവുന്നു. ഏത് ദേവീക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും പ്രാർത്ഥന 2 മന്ത്രങ്ങളാണ് അവിടെ ചെല്ലുന്നത്. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എന്താ പറയുന്നത്? നാരായണീ നമോസ്തുതേ. ലാസ്റ്റ് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. നാരായണി, ഭഗവാന്റെ അസ്തിത്വമില്ലാതെ പ്രകൃതിക്ക് നിലനിൽപ്പില്ല, പരാശക്തിക്ക് നിലനിൽപ്പില്ല. നാരായണി നമോസ്തുതേ. പിന്നെ ഒരു ശ്ലോകം പറയുന്നുണ്ട്, വീണ്ടും ഒരു മന്ത്രം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അപ്പൊ അവിടെയും അമ്മയെ, ദേവിയെ വിളിച്ചിട്ട്, ദുർഗാദേവിയെ വിളിച്ചിട്ട്, സരസ്വതി ദേവിയെ വിളിച്ചിട്ട്, ലക്ഷ്മി ദേവിയെ വിളിച്ചിട്ട് എവിടാ കൊണ്ടു നിർത്തുന്നേ? നാരായണൻ. ആ നാരായണൻ ഇല്ലാതെ ഇവർക്ക് ആർക്കും നിലനിൽപ്പില്ല, പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. ഇതാണ് ഇതിന്റെ വാസ്തവികത. ആ സാക്ഷാൽ നാരായണന് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണം. സർവകാരണങ്ങൾക്കും കാരണനായ ഭഗവാനെ, ആ ഈശ്വരനിൽ എത്തിക്കഴിയുമ്പം നമുക്ക് ആയുസ്സും കിട്ടും, മനസമാധാനവും കിട്ടും. ഇന്നൊരു കുട്ടിയുടെ, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുന്നു, കുട്ടിയുടെ ചടുലമായ സ്പീച്ച് കേട്ടു. അനർഗളമായ സംസാരമാണ്. പക്ഷെ അവിടെയും മായാവാദമാണ് പ്രചരിപ്പിക്കുന്നത്. അതാണ് എൻ്റെ സങ്കടം എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളെല്ലാം ചെല്ലുന്നുണ്ട്. ആ ചൈതന്യം ആത്മാവിൽ കുടികൊള്ളുന്നു. പിന്നെ ഈ ശ്ലോകവും എടുത്തു പറഞ്ഞു. സുശീം പ്രഭു ആ ഗുഡാകേശ എന്ന് പറയുന്ന ശ്ലോകം ഏതാ വരുന്നത്? അഹം ആത്മാ ഗുഡാകേശ, അഹം ആത്മാ ഗുഡാകേശ. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായ ആ ഗുഡാകേശൻ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു. ആ പരമാത്മാവ് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും പേര് പറയുന്നില്ല. പിന്നെയും പറയാം ചൈതന്യം എന്ന് മാത്രമേ പറയുന്നു. പിന്നെയും ചൈതന്യം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്താ ഇത്ര മടി എന്ന് മനസ്സിലാവുന്നില്ല. സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടു മത്തസ്മൃതി ജ്ഞാനമഭോഹനം ച വേദൈശ്ച സർവേരഹമേവ വേദ്യോ വേദാന്തകൃത്വേദ വിദേവ ചാഹം. എല്ലാ വേദങ്ങളെ കൂടിയും അറിയേണ്ടവൻ ഞാനാണ്. ഏതൊരുവനെയാണോ അറിയേണ്ടത് ആ ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാ രൂപേണ സ്ഥിതി ചെയ്യുന്നു പറയുമ്പോൾ പിന്നെ ചൈതന്യം എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് തന്നെ പറയും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് ഭഗവാനുവാച ശ്രീ ഭഗവാനുവാച എന്ന് പറയുന്നത്. ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർക്ക് ഇൻട്രസ്റ്റ് മായാവാദം പ്രചരിപ്പിക്കാനാണ്. പക്ഷേ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഭക്തിയുടെ ഫലം എങ്ങനെയുള്ളതാണ്. ഇപ്പൊ ഇവിടെ പറയുന്നു ഈ യോഗവിദ്യകൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. ചെറിയ നിമിഷത്തേക്ക് മാത്രമേ സന്തോഷം തരത്തുള്ളൂ. ഇവിടെ പറയുന്നു
ക്രിയതേ ധ്യായതോ വിഷ്ണും. ഹൃദയതേ ധ്യായതേ വിഷ്ണു ത്രേതായോ യജതേ മഹൈക ദ്വാപരേ പരിചര്യായാം കലോ തദ്ധാരി കീർത്തനാത്. ഹരികീർത്തനാത്. കലിയുഗത്തില് ഹരിയുടെ നാമം കൊണ്ട് മാത്രമേ. എങ്ങനെ ആഹാരം കൺട്രോൾ ചെയ്യുന്നത്? അല്ല, ശ്വാസം എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഹരിയുടെ നാമം ജപിക്കുകയും ഭഗവാന് നിവേദിച്ച ഭഗവാന്റെ നിവേദ്യം മാത്രം കഴിക്കുകയും ചെയ്യുമ്പോൾ ചെറിയ കൺട്രോൾ വന്നു. ഹരേ കൃഷ്ണക്കാർ കൂടുതൽ കഴിക്കുന്നത് നിവേദ്യം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ജയപ്രകാശ് പ്രഭു ചോദിക്കേണ്ട, നിങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നു എന്നുള്ളത്. നിവേദ്യത്തിന് പരിധിയില്ല കേട്ടോ. പ്രഭുപാദര് നിവേദ്യം എന്ന് മാത്രമേ പറയുന്നുള്ളൂ, നിവേദ്യം കൂടുതൽ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. സുശീം പ്രഭു ചോദിക്കല്ലേ. ഹരേ കൃഷ്ണ. പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രഭുക്കന്മാര് തിന്ന് വയറും പിടിച്ച് പ്രഭുപാദരുടെ ഗുരു കുടവണ്ടിയുള്ളവർക്ക് ഇത് കൊടുക്കൂലായിരുന്നു, ഇനിഷ്യേഷൻ കൊടുക്കൂലായിരുന്നു. എനിക്കറിയാൻ പ്രഭു ഇത് പറയുമെന്ന്. ഗുരു തിന്നുന്നതിനൊന്നും ഒരു കൺട്രോളും ഇല്ല ഹരേ കൃഷ്ണക്കാരൻ. ഇത് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇട്ടത്. ഒരു രക്ഷയില്ല. കുടവണ്ടി ഉള്ളവർക്ക് ഇത് കൊടുക്കൂല, ഇനിഷ്യേഷൻ കൊടുക്കൂല. ഭക്തി സിദ്ധാന്ത സരസ്വതി ഇതായിരുന്നു പരിവാർ. എന്നിട്ട് ശീല പ്രഭാകർ വേറെ നിവർത്തിയില്ല, എല്ലാവർക്കും കുടവണ്ടി അതിനെ കൊടുത്തു. ഹരേ കൃഷ്ണ. അപ്പൊ അറ്റ്ലീസ്റ്റ് അപ്പം ഇത് പറയുമെന്ന് എനിക്കറിയാം. ഈ ഉത്തരം കിട്ടാൻ വേണ്ടിട്ടാ സുശീംപൂരിനോട് ചോദിച്ചത്. ഞാനത് പറയാനായിട്ടിരിക്കുകയാണ്. ഇത് ആഹാര നിയന്ത്രണമൊന്നും പ്രസാദമാണെന്നുണ്ടെങ്കിൽ തട്ടി വീഴാണ്. പ്രഭു സ്നേഹം കൊണ്ട് തരുന്നത് കഴിച്ചാലല്ലേ പറ്റത്തുള്ളൂ. ഭഗവാന്റെ നിർമ്മലമായ സ്നേഹമാണ് നിവേദ്യം എന്ന് പറയുന്നത്. ആ നിവേദ്യം ഇഷ്ടം പോലെ കഴിക്കുക. അപ്പം പക്ഷെ ഇവിടെ പറഞ്ഞു വന്നത് ഭഗവാന്റെ നിവേദ്യം മാത്രം കഴിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രവും ജപിച്ച് സാത്വികമായ ആഹാരങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയാണ്. സ്നിഗ്ധമായ ആഹാരങ്ങളെ കുറിച്ച് അതും കഴിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ യോഗവിദ്യ ചെയ്യേണ്ട യാതൊരു കാര്യവും അസുഖക്കാർക്ക്. പക്ഷെ അത് പരിധി വിട്ടു പോയത് കൊണ്ട് ആ ശരീരത്തെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അസുഖക്കാരടുത്ത് യോഗ ചെയ്യാൻ പറയുന്നത്. അത് നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് അവിടെയും ആഹാരം കൺട്രോൾ ആവശ്യമാണ്. കാര്യം കഴിക്കുന്ന ആഹാരത്തിന് അനുപാതികമായിട്ടാണ് എക്സർസൈസ് ചെയ്യേണ്ടത്. 10 മിനിറ്റ് എക്സർസൈസ് ചെയ്യുന്നതിന് ഇപ്പൊ നമ്മൾ 2 മണിക്കൂർ പിടിച്ച് ദഹിക്കുന്ന ആഹാരത്തെ 15 മിനിറ്റ് എക്സർസൈസ് കൊണ്ട് ദഹിക്കത്തില്ല. ശശിം പ്രഭു പറഞ്ഞിട്ടുണ്ട്, ആഹാരം അമിതമായിട്ട് കഴിക്കുകയും രാവിലെയും വൈകിട്ടും ഞാൻ രാവിലെയും വൈകിട്ടും 10 മിനിറ്റ് നടക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യോഗ ചെയ്യാറുണ്ട്. പക്ഷെ 27 മണിക്കൂറും പുകവലിക്കുക ഒരു കാര്യമില്ല. ഞാൻ ദിവസവും രാവിലെയും വൈകിട്ടും, രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പിട്ട് എഴുന്നേക്കും, ഞാൻ യോഗ ചെയ്യും. വൈകിട്ട് പോയി യോഗ ബാറിലാണ്. ഒരു കാര്യമില്ല. കൃത്യമായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രവും ജപിച്ച്, ഇത് ഫീ ഇല്ലാത്തൊരു യോഗയാണ്. നാമം ജപിച്ച് രണ്ടുപേരും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ത്രിസന്ധിക്ക് വിളക്ക് കൊളുത്തി ഭഗവതവും ഭഗവത്ഗീതയും വായിച്ചിട്ട് ആഹാരവും നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവേദ്യ ഭക്ഷണവും മാത്രം കഴിവതും 99%, 100% ഞാൻ പറയും. എന്നെ 99% മറ്റുള്ളവർ എന്നെ ഇത് കേൾക്കുന്നവർ വഴക്ക് പറയാം, എന്നെ വിമർശിക്കാറുണ്ട്. നീ എന്തിനാ 99%, 100% എന്ന് പറഞ്ഞുകൂടി ചോദിച്ചിട്ടുണ്ട്. അത്രയെങ്കിലും ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ ഇത് പറഞ്ഞു തന്നതാണ്. ഇത്രയും വായിച്ചു കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ ഇത് ഏറ്റവും വലിയ കാര്യമാണെന്ന് പറയും. അതുകൊണ്ടാണ് ഭഗവാനെ പിന്നെ കള്ളനാക്കും. കൃഷ്ണൻ എന്താ ഇത് മാത്രം പറയാൻ ചെന്നു? അതുകൊണ്ട് കൃഷ്ണൻ ഇതെല്ലാം തുറന്നു പറയുകയാണ്. പ്രാണായാമവും ഉണ്ട്, ഷഡ്യോഗവും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ അനുഷ്ഠിച്ചിട്ടുമുണ്ട്. പക്ഷെ വലിയ കാര്യമില്ല, ഇതൊക്കെ വളരെ ദുർഘടമാണ്, പ്രത്യേകിച്ച് കലിയുഗത്തില്. അതുകൊണ്ട് കലിയുഗത്തില് നാമസങ്കീർത്തനം മാത്രം, നാമസങ്കീർത്തനമസ്യ സർവഭാവ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം ധമാമി ഹരിം പരം. അപ്പം കുലശേഖര ആഴ്വാര് പാടുന്നൊരു ശ്ലോകമുണ്ട്, പ്രാണപ്രയാണ സമയേ. സാധാരണ ഞാൻ ആ ശ്ലോകം ദാമോദരാരതിക്ക് ചൊല്ലിയിട്ടുള്ളതല്ലേ? ഏതാണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പ്രാണപ്രയാണ സമയേ
കഫ വാത പിത്ത. ഓർമ്മയുണ്ടോ? കൃഷ്ണത്തുതീയ പദപങ്കജ പഞ്ചരാന്തം അദ്ദൈവമേ വിഷതു മനസ രാജഹംസ. അതിന്റെ ആദ്യത്തെ 2 വരിയാണ് എനിക്ക് ഓർമ്മ വരാത്തത്. പ്രാണപ്രയാണ സമയെ കഫബാധ പിത്ത എന്നുകൊണ്ട് ശ്ലോകമുണ്ട്. ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. കുലശേഖര ആഴ്വാർ പറയുന്നതാണ്, കൃഷ്ണ, ഞാനിപ്പം വളരെ ആരോഗ്യവാനായിട്ടായിരിക്കും ഇരിക്കുന്നത്. വയസ്സുകാലത്ത് പ്രായം അങ്ങോട്ട് ചെല്ലുമ്പോൾ തൊണ്ടയ്ക്ക് കഫം കുത്തിക്കഴിഞ്ഞാല് വാതവും പിത്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് ഭഗവാനെ ഓർമ്മിക്കാൻ പറ്റും? അതുകൊണ്ട് കൃഷ്ണ, എത്രയും പെട്ടെന്ന് എന്നെ അങ്ങ് വിളിച്ചുകൊണ്ട് പോകണേ, എനിക്ക് വളരെ സന്തോഷമാണെന്ന് പറയും. ഇവിടെ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അവസാന ശ്വാസം വരെ കൃഷ്ണ, ഇതിനർത്ഥം അവസാന ശ്വാസം വരെ കൃഷ്ണ, അങ്ങയെ എനിക്കെന്നും ഓർമ്മിക്കുവാനും സ്മരിക്കുവാനും സാധിക്കുകയാണ്. കൃഷ്ണ ഭഗവാനെ, ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ഇതയാണ്. ജീവിതത്തിലെ അന്ത്യനിമിഷം വരെ, അന്ത്യശ്വാസം വരെ സമാധാനമായി പരിപൂർണ ആരോഗ്യത്തോടെ കൃഷ്ണ ഭഗവാനെ ഈ നവരാത്രി വേളയിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ പരിപൂർണതമാനായ ഭഗവാനെ ഓർമ്മിക്കുവാനും സ്മരിക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ തിരുനാമം ജപിക്കുവാനും അങ്ങേക്ക് നിവേദ്യം സമർപ്പിക്കുവാനും ഞങ്ങൾക്ക് എപ്പോഴും കഴിവ് ഉണ്ടാകണമേ, ഞങ്ങൾക്ക് അവസരം കിട്ടണമേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം 29-ാമത്തെ ശ്ലോകം തീർത്തിയാവുമ്പോൾ 30-ാമത്തെ ശ്ലോകം ഒരു ഹോംവർക്ക് തരട്ടെ. സർവേ അപ്യതേ യജ്ഞവിദോ യജ്ഞകൽപ്പിത കൽമഷാഹ യജ്ഞശിഷ്ടാമൃത ഭുജോ യാന്തി ബ്രഹ്മ സനാതനം. യജ്ഞശിഷ്ടം, യജ്ഞോദ്ദേശം ഗ്രഹിച്ചവരും യജ്ഞത്താൽ പാപപ്രതികരണങ്ങൾ നീങ്ങിയവരുമാണ് ഈ യോഗികളെല്ലാം. നോക്കൂ, യജ്ഞത്താൽ, എങ്ങനെ? സങ്കീർത്തന യജ്ഞത്താൽ, വിഷ്ണു യജ്ഞത്താൽ നീങ്ങിയ ഈ യോഗികളെല്ലാം യജ്ഞഫലങ്ങളുടെ അമൃതം നുകർന്ന അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറും. ഏറ്റവും വലിയ യജ്ഞം വിഷ്ണു യജ്ഞം, ഭഗവാന് സമർപ്പിക്കുന്നതാണ്. നമ്മൾ അതിനെയാണ് സാധാരണഗതിയിൽ വഴിപാട് എന്ന് പറയുന്നത്. ഈ വഴിപാടാണ് ഏറ്റവും വലിയ യജ്ഞം കലിയുഗത്തിൽ. എന്തൊക്കെ അവസരങ്ങളുണ്ടോ ആ അവസരങ്ങളെല്ലാം നമ്മൾ ഈ വഴിപാടിനായിട്ട്, യജ്ഞത്തിനായിട്ട് വിനിയോഗിക്കണം. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായം വായിക്കുന്നതിന് മുമ്പായിട്ട് രാജീവ് പ്രഭു എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ. നിവേദ് പോയോ? ഇവിടെ നിവേദിനെ കണ്ടില്ല, നിവേദ് മിസ്സായി. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു പറഞ്ഞോളൂ. മ്യൂട്ടാ, മൈക്കില്ല. ഞാൻ വല്ലപ്പോഴും പറയുന്നൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ മ്യൂട്ടായ രണ്ടും ഒരേപോലെ തന്നെയാണ്. പറഞ്ഞോളൂ. അപ്പൊ നവരാത്രിയൊക്കെ തുടങ്ങിയല്ലേ? അതെ. അതിനെ പറ്റിട്ട് കേൾക്കാൻ പറ്റിയില്ല, സന്തോഷം. തീർച്ചയായിട്ടും. പിന്നെ അടുത്ത 9 വർഷം, 9 ദിവസം അറ്റ്ലീസ്റ്റ് ഒരു വെജിറ്റേറിയൻ ആവാന്ന് വിചാരിച്ചിട്ടുണ്ട്. 100%. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഹരേ കൃഷ്ണ. അപ്പൊ ഇനി അടുത്ത എന്താ പറയുന്നത്? ഘനശ്യാം കേൾക്കുന്നുണ്ടോ അവിടെ? ഓക്കെ. ശ്ലോകം എടുത്തായിരുന്നോ? ഇല്ല. 4-ാമത്തെ അധ്യായം 29-ാമത്തെ ശ്ലോകം. ഓക്കെ, 4:29. സുരേഷ് പ്രഭു, സുരേഷ് ഗോപി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ പ്രഭു, എന്താണ് പറയാ, ദേവി പ്രാർത്ഥന നടക്കുന്ന സമയമാണ്. വളരെ നല്ല സമയമാണ്. ഞാനൊരു 4 വരി പാടാം.
സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. കരിമഷി പടരുമീ കൽവിളക്കിൽ കനകാങ്കുരമായി വിരിയേണം നീ അന്തർനാളമായി തെളിയേണം. ആകാശമിരുളുന്നൊരപരാന്നമായി ആരണ്യകങ്ങളിൽ കാലിടറി. ആകാശമിരുളുന്നൊരപരാന്നമായി ആരണ്യകങ്ങളിൽ കാലിടറി. കൈവല്യദായികെ സർവാർത്ഥ സാധികെ അമ്മേ സുരവന്ദിതേ സൗപർണികാമൃത ബീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ. സ്വരദളം പൊഴിയുമീ മൺവീണയിൽ താരസ്വരമായി ഉണരേണം നീ താരാപഥങ്ങളിൽ നിറയേണം. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗനഗേഹമായി. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗനഗേഹമായി. നാദസ്വരൂപിണി കാവ്യവിനോദിനി ദേവി ഭുവനേശ്വരി സൗപർണികാമൃത ബീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ ജഗദംബികേ മൂകാംബികേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഭാഗ്യലക്ഷ്മി ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമ്മള് വിപിൻ പ്രഭു പറയൂ, എന്തുകൊണ്ട്? വിപിൻ പ്രഭു ഹരേ കൃഷ്ണ പറയൂ. പ്രഭു ഒന്നുമില്ലേ? ഒന്നും പറയാനില്ലേ? പ്രഭു പാട്ടെങ്കിലും നന്നായിരുന്നു പറഞ്ഞു.
വളരെ നന്നായിരുന്നു സുരേഷ് പ്രഭു. നന്നായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു. പ്രഭു പാട്ട്, സുരേഷ് പ്രഭുവിന്റെ പാട്ട് നന്നായിരുന്നു. ഹരേ ഹരേ കൃഷ്ണ. ഉണ്ടോ? ഞാന് പ്രഭുവിന്റെ ക്ലാസ് ഒന്നിനൊന്ന് മെച്ചം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണൻ. നമ്മുടെ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞൂടെ? എന്തൊക്കെയാ നമ്മൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞൂടെ? ഇന്ന് പോയിന്റ്സ് ഈ പ്രാണായാമം ആത്മസാക്ഷാത്കാരത്തിനും ഇന്ദ്രിയ സംയമനത്തിനും ഉതകുന്ന ഒരു പ്രക്രിയയാണ്. ഒപ്പം ആഹാര നിയന്ത്രണവും. പ്രഭു പറയുന്നു പ്രാണായാമം വേണ്ടെന്ന് പറയണം. അതിലെന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലേ എന്നൊരു സംശയം. ഓക്കെ, ശരിയാണ്. പ്രാണായാമം ആദ്യത്തെ ലൈൻ പരിപൂർണമായി ശരിയാണ്, പ്രാണായാമം ചെയ്യാൻ. പക്ഷേ പ്രാണായാമത്തിന്റെ, അതായത് ശ്വാസത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഈ ശ്വാസത്തെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെ ആദ്യം പരിമിതപ്പെടുത്തിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇതാണ് അതിന്റെ അടിസ്ഥാന കാരണം. പ്രാണായാമത്തിന്റെ ഉദ്ദേശം ശ്വാസത്തെ മാക്സിമം ലെങ്തില് ശ്വാസത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ്, അല്ലേ ജയപ്രകാശ് പ്രഭു? ഇതിനിടയ്ക്ക് നമ്മുടെ ചിന്തകള് നമ്മുടെ പരിധി വിട്ടു പോവുകയാണെങ്കിൽ ഈ ശ്വാസം ബ്രേക്ക് ആവും. ശരിയല്ലേ? ഇതൊക്കെ ശരിയാണ് പ്രഭു. ഇതും നമ്മള് ഭഗവത്ഗീത ഒരു ഗുരുവിൽ നിന്ന് അഭ്യസിക്കണം എന്ന് പറഞ്ഞ മാതിരി പ്രാണായാമവും ഒരു ഗുരുവിൽ നിന്ന് വിശ്വസിക്കണം. അപ്പൊ അവര് പറയുന്ന ആദ്യം കൂടുതലും ആൾക്കാർ പറയുന്നത് നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് ശൂന്യമായി ധ്യാനിക്കണമെന്നാണ് ആദ്യം പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം പ്രാണായാമം ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്. പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ശ്വാസത്തെ നിയന്ത്രിക്കാൻ പഠിക്കണം. ശ്വാസത്തെ നിയന്ത്രിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആത്മീയമായി മുന്നേറണം, വിരക്തി വരണം. അതായത് നിവേദ്യ ഭക്ഷണം കഴിക്കുകയും എന്നെങ്കിലേ ആ ത്രിഗുണങ്ങളെ നമുക്ക് അതിക്രമിക്കാൻ പറ്റത്തുള്ളൂ. പ്രാണായാമം ചെയ്ത ഒരു 70% കൂടുതൽ ആൾക്കാരിലും 80% കൂടുതൽ ആൾക്കാരും പ്രാണായാമത്തിന്റെ ആ എഫക്റ്റീവ്നെസ് കിട്ടാത്തത് അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഒരു ഗുരുവിനെ സ്വീകരിക്കണം, ശരിയാണ്, ഒരു മാസ്റ്ററെ സ്വീകരിക്കണം. പക്ഷെ ഈ മാസ്റ്ററും യഥാർത്ഥത്തിൽ ഇപ്പോൾ കൊമേഴ്സ്യലായിട്ട് മാറി. അതാ പറഞ്ഞു വന്നത്. പ്രാണായാമം തെറ്റാണെന്ന് പറഞ്ഞില്ല, ഭഗവാനും പ്രാണായാമത്തെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറഞ്ഞത്. പക്ഷേ ആ പ്രാണായാമത്തിന്റെ ഫുൾ എഫക്റ്റീവ്നെസ് വരണം എന്നുണ്ടെങ്കിൽ നാമജപം അത്യാവശ്യമാണ്, നിവേദ്യ ഭക്ഷണം അത്യാവശ്യമാണ്. പണ്ടൊക്കെ പ്രാണായാമം ചെയ്യുന്നവരിൽ ശരിയായി ജയപ്രകാശ് പ്രഭു പറഞ്ഞതിൻ്റെ കൂടെ ശരിയായി ഇൻസ്ട്രക്ട് ചെയ്യുമ്പം അവര് ആഹാര നിയമങ്ങളെക്കുറിച്ച്, ആഹാര വിധികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. നിങ്ങൾ ആഹാരം ഇത്ര മണിക്കൂർ കൂടുമ്പോഴേ ആഹാരം കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്വാണ്ടിറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. മാംസഭക്ഷണം ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതേസമയം ഇപ്പോഴുള്ള യോഗിക് ഇൻസ്ട്രക്ടേഴ്സിന്റെ അടുത്ത് പോയിക്കോളൂ, ആഹാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിക്കാം, അതൊരു നിബന്ധനയല്ല എന്ന് ആദ്യം തന്നെ പറയും. അവർക്ക് പൈസയാണ് ആവശ്യം. അപ്പം നമ്മളും പോകുന്നയാൾ, അങ്ങനെ നല്ലൊരു യോഗ അഭ്യാസകനാണ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടറാണ്, അദ്ദേഹത്തിന് ഈ ആഹാര കാര്യങ്ങളിലൊന്നും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഇല്ല, അതൊക്കെ ബാലിശമാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞെന്ന എക്സർസൈസ് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ലെന്ന്. അദ്ദേഹമാണ് ഒറിജിനൽ ഇൻസ്ട്രക്ടർ എന്ന് നമ്മളും പറഞ്ഞുകൊണ്ട് കിടക്കും. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രാണായാമ വിദ്യ നല്ലതാണ്, ഒരിക്കലും രണ്ടാം സ്ഥാനമില്ല. ഹരേ കൃഷ്ണ. സിമി ഹരേ കൃഷ്ണ. എന്താ സിമിക്ക് പറയാനുള്ളത്? പറഞ്ഞിട്ട് വയ്ക്കുള്ളൂ. ഹരേ കൃഷ്ണ. പോയോ? എന്താ പറയാനുള്ളത്? മറുപടി പറയാനുള്ളത് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യായിരുന്നു. അല്ല, ഇന്നത്തെ സെഷൻ അടിപൊളിയായിരുന്നു. എന്ന് പറയാനല്ല പറഞ്ഞത്. ജയപ്രകാശ് പറഞ്ഞു ചോദിക്കുന്നവരുടെ ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി
സെയിം തന്നെ ഒരു കൺസേൺ എനിക്കും ഉണ്ടായിരുന്നു. ലൈക്ക് യോഗിക് പ്രാക്ടീസ് അത് ആസ് യു സെഡ് ലൈക്ക് അതൊരു കൊമേഴ്ഷ്യലായി മാറിയിരിക്കുമ്പോൾ അതർവൈസ് അത് നമ്മൾ ജെന്യൂൻലി അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ പ്രോപ്പർലി അത് പഠിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് ഇസ് ബെനിഫിറ്റ്സ്. സോ കറക്റ്റ്, സത്യം. ഹരേ കൃഷ്ണ. സന്തോഷം. ഹരേ കൃഷ്ണ. അപ്പം ഇപ്പൊ നമ്മള് യോഗ പഠിക്കുന്നവരുടെ അടുത്ത് ചെല്ലുമ്പം ആ ഗുരുവിന്റെ ജയപ്രകാശ് പറഞ്ഞ വേറെ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. നല്ലൊരു ഗുരുവിനെ, ഭഗവത്ഗീത പഠിക്കുന്നതിന്റെ കൂട്ടം ആ ഗുരുവിന്റെ ക്യാരക്ടർ നമ്മൾ എങ്ങനെയാണ് ശീലിക്കുന്നത് നമ്മൾ നോക്കണം. അല്ലാതെ ഏത് തരത്തിലുള്ള ആഹാരം കഴിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് 2 മണിക്കൂർ എക്സർസൈസ് ചെയ്താൽ മതി, നടക്കില്ല. ശരീരം മൊത്തം അമേദ്യം കൊണ്ട് നിറയുകയാണ്. ഈ അമേദ്യം കൊണ്ട് നിറച്ചു കഴിയുമ്പം നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസം വരും. നമ്മൾ എത്ര ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഏതാണോ ചിന്തിക്കേണ്ടാത്തത് അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ശ്വാസം കിട്ടത്തില്ല. എന്റെ നേരിട്ടുള്ള എക്സാമ്പിൾ ജയപ്രകാശ് പ്രഭു പ്രാണായാമം പഠിപ്പിക്കുന്ന ആൾക്ക് ബ്രീത്തിന്റെ പ്രശ്നം വന്നിട്ടാണ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ഹോസ്പിറ്റലായത്. അതും വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അഡ്വക്കേറ്റ് ജനറലിന്റെ സെക്രട്ടറി ആയിരുന്നു. ജയപ്രകാശ് പ്രഭു ഏകദേശം എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ? വീണ്ടും എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വരുന്നുണ്ടോ? പ്രാണായാമത്തെ നിഷേധിച്ചിട്ടില്ല. പ്രാണായാമം ചെയ്യാം, നല്ലതാണ്. പ്രാണായാമം എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. എങ്കിലും ഒരു ചെറിയൊരു ഓവർലാപ്പിംഗ്. പ്രാണായാമം എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. ആഹാര നിയന്ത്രണത്തോടെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തോടെ നിങ്ങൾ പ്രാണായാമം ചെയ്യുന്നതും സാധാരണ രീതിയിൽ പ്രാണായാമം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ജയപ്രകാശ് പ്രഭു പ്രാണായാമം ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റീവ്നെസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നന്ദി പറയേണ്ടത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തോടാണ്. അവിടെ 70% നമ്മൾ ജീവിതത്തിൽ ചിന്തകളെ മാറ്റാൻ കഴിഞ്ഞു. ഒരു സമാധാനം ഉണ്ടായി. ആ സമാധാന അന്തരീക്ഷത്തിൽ നമ്മൾ ചിലർ പറയത്തില്ലേ, അങ്ങോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില പൂജ ചെയ്യുന്ന വീടുകളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു ചൈതന്യമാണ്. നമ്മളെല്ലാം അങ്ങ് മറന്നുപോകും. എന്തുകൊണ്ടാണ്? ഒരു പോസിറ്റീവ് എനർജി വന്നു. ഈ പോസിറ്റീവ് എനർജി ഇല്ലാത്തവരാണ് യോഗ ചെയ്യാൻ വരുന്നവരെന്ന്, യോഗ പഠിക്കാൻ വരുന്നത്. അവിടെ ഫുള്ള് നെഗറ്റീവ് എനർജിയാണ്. ഈ നെഗറ്റീവ് എനർജി നിന്നുകൊണ്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. പോസിറ്റീവ് എനർജിയിൽ നിന്ന് വേണം യോഗ ചെയ്യാൻ. അതാണ് മറ്റൊരു പോയിന്റ്. ആ പോസിറ്റീവ് എനർജി നമുക്ക് അവിടെ ഉണ്ടാവണമെങ്കിൽ, പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ ആത്മീയമായിട്ടുള്ള ഒരു പ്രസൻസ് ഉണ്ടാവണം. ആത്മീയതയുടെ പ്രസൻസ് ഉണ്ടാവണം. ഹരേ കൃഷ്ണ. അതങ്ങനെ നിൽക്കട്ടെ. ഹരേ കൃഷ്ണ. ഘനശ്യാം ശ്ലോകം എടുത്തോ? ഓക്കെ. ഭാഗ്യലക്ഷ്മി പോവാണ്. ഹരേ കൃഷ്ണ. ഭാഗ്യലക്ഷ്മിക്ക് പാടാൻ പറ്റുമോ? നെറ്റ് വളരെ ക്ലിയർ അല്ല നമ്മുടെ നാട്ടിലെ. ഏതെങ്കിലും സരസ്വതി ദേവി നെറ്റ് ക്ലിയർ അല്ല. ഓക്കെ. ഒട്ടും ക്ലിയർ അല്ല മക്കളെ. നോ ഇഷ്യൂ. ഓക്കെ, വെരി ഗുഡ്, വളരെ ഗുഡ്. ഓക്കെ, അപ്പം വളരെ സന്തോഷം. കനശ്യാമൻ ശ്ലോകം എടുത്തോ? ചെല്ലാൻ പറ്റുമോ? ഓക്കെ, ചെല്ലിക്കോളൂ. അപാനേ ജുഹതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണേ അപാനം തഥാ പരേ. അവിടെ ഒരു വരി ഇട്ടിട്ടില്ലേ? അപ്പോസ്ട്രോഫി ഒരു ലൈൻ ഇട്ടിട്ടില്ലേ? പ്രാണേ അപാനം തഥാ പരേ. പ്രാണേ അപാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമ പരായണാഃ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, സുശീം പ്രഭു പറയൂ കാര്യങ്ങള്. നമുക്ക് ഈ JP പ്രഭു പറഞ്ഞ ആ സബ്ജക്റ്റിൽ എനിക്ക് ഞാൻ വിചാരിക്കുന്ന എല്ലാവരും പറയാം. ഒന്നുമില്ല. അഷ്ടാംഗയോഗം
അഷ്ടാംഗ യോഗികളൊക്കെ വളരെ റെയറാണ് ഈ കാലഘട്ടത്തിൽ. ആ 1 മില്യണിൽ ഒരാൾ ഒരു പക്ഷെ സംഭവിച്ചേക്കാം. അപ്പം കലിയുഗത്തില് ശൂദ്രന്മാർക്ക് എളുപ്പമല്ല ഇത്. അതുകൊണ്ടാണ് അത് റെക്കമെൻഡ് ചെയ്യാത്തത്. അത് ഇപ്പം യോഗി എന്ന് പറയുമ്പോൾ തന്നെ ഒരു നേരം കഴിക്കുന്ന ആളാണ്. അത് അപ്പൊ തന്നെ ഇവിടെ എല്ലാവരും ഓട്ടോ. അപ്പൊ അതൊന്നും നടക്കാതെ സാധാരണ ആളുകൾക്ക് നാമം ജപിക്കാൻ പറ്റും, ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമുക്കറിയാവുന്ന അഷ്ടാംഗ യോഗി എന്ന് പറയുന്ന നാരായണ ഗുരു ഉണ്ട്, ശങ്കരാചാര്യൻ മുമ്പുണ്ടാവും. പിന്നെ ഇപ്പൊ നിലവിലുള്ള ആചാര്യന്മാരാരെങ്കിലും അഷ്ടാംഗ യോഗി ആണോ സെൽഫ് റിയലൈസ്ഡ് ആയിട്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ അതിനകത്ത് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ട്. അപ്പം അവരൊക്കെ ക്രിയ ചെയ്യാൻ ആളുകളെ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്, യോഗ സിസ്റ്റം പഠിപ്പിക്കുന്നുണ്ട്, ശ്വാസ നിയന്ത്രണത്തിലൂടെ സെൽഫ് റിയലൈസേഷൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നടക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. കാരണം അവർ മാത്രമേ ഉള്ളൂ സെൽഫ് റിയലൈസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ കാര്യം അറിയുന്നു പറ്റുന്നുള്ളൂ. ബാക്കിയുള്ളവരിങ്ങനെ അവരെ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത്. അവരാരും സെൽഫ് റിയലൈസേഷനോട്ട് വരുന്നില്ല. പക്ഷെ ഭക്തിയോഗത്തിന്റെ കാര്യം അങ്ങനെയല്ല. എല്ലാവരും സെൽഫ് റിയലൈസേഷന്റെ ലൈനിൽ വരും. കാരണം ആ ഒരു പവർ ആ മന്ത്രം ജപിക്കുമ്പോൾ ആളുകൾക്ക് കിട്ടും. ദുരിതപൂർണമായ ഒരു അന്ത്യത്തിൽ വരില്ല അവര്. ഹരേ കൃഷ്ണക്കാര് നാമം ജപിച്ച് ആ ഭാവം ഉള്ളവർ. ഭഗവാൻ ഈ ഭാവഗ്രാഹിയാണ്. നമ്മള് എന്തൊക്കെ സിസ്റ്റത്തിലൂടെ നമ്മളെ ഭാവം, ഭക്തി, ഭഗവാനോടുള്ള ഭാവം ശരിയാണെങ്കിൽ നമുക്ക് ഗുണമുണ്ടാവും. അപ്പം കലിയുഗത്തില് ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരെല്ലാം ശൂദ്രന്മാരായിട്ടാണ് ഭഗവത്ഗീത പറയുന്നത്. ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരെല്ലാം ഉള്ളു ഇവിടെ ഈ ലോകത്ത്. അതുകൊണ്ടാണ് കലൈ ശൂദ്ര സംഭവ എന്ന് വന്നത്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് കലൈ ശൂദ്ര സംഭവ. ശൂദ്രന്മാർക്ക് അഷ്ടാംഗ യോഗി ആവണമെന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി ഒരു അത്യാഗ്രഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോട്ട് ഗോയിങ് ടു വർക്ക്, നോട്ട് ഗോയിങ് ടു വർക്ക്. പിന്നെ വലിയ പാഷനായിട്ടൊക്കെ നടക്കാം. ക്രിയ ചെയ്ത് ഞാൻ ആത്മാവിനെ വെളിയിൽ കൊണ്ടുവരും, പിന്നെ തിരിച്ചു കയറും. ഇതൊക്കെ നടക്കുമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് വളരെ റെയറായിട്ട് വൺസ് ഇൻ എ മില്യൺ അല്ലെങ്കിൽ 2 മില്യൺ ഒക്കെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ചിലർക്ക് പറ്റുന്ന അത് അവർ ജന്മന ആ ഒരു സ്റ്റേജിലായിട്ട് ആയിരിക്കും വരുന്നത്. പക്ഷെ ഒരു ബേസിക് ഒരു സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത് നാമജപം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നാമജപം പോപ്പുലർ ആയത്. അഷ്ടാംഗ യോഗത്തിനൊന്നും ആരും പോയി പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പോകില്ല, കാരണം എനിക്ക് പറ്റില്ലെന്ന് എനിക്കറിയാം. യോഗിയുടെ ആഹാരം എന്ന് പറഞ്ഞാൽ ഒറ്റ നേരമാണ്, ഒറ്റ നേരം. അതൊക്കെ പറ്റുന്നവർക്ക് പറ്റും. നരേന്ദ്രമോദിയോട് പറയണം പ്രഭു, ഈ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. നരേഷ് പ്രസ്ഥാനം എന്ന് പറയുന്ന നല്ലതായിരിക്കും. യോഗ ആസ് ആൻ എക്സസൈസ് ഈസ് വെരി ഗുഡ്. പ്രാണായാമം ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രാണായാമം ബേസിക് സ്റ്റെപ്സ് ഓഫ് ഡീപ് ബ്രീതിങ്, ഡീപ് കൺട്രോൾ ആണ്. ഐ ഡിഡ്ന്റ് സേ ദാറ്റ് ഓക്കെ ദിസ് ഇസ് ഗോ ടു അഷ്ടാംഗ. അഷ്ടാംഗ യോഗ അല്ല പറഞ്ഞിരിക്കുന്നത്. യോഗ ശരീരത്തിന് ഗുണമുണ്ട്. പ്രഭു ഇത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു പ്രഭു. അഷ്ടാംഗ യോഗത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പ്രാണായാമത്തിന്റെ ബേസിക് സ്റ്റെപ്സ് കൊണ്ട് ഇത് ഈ ഇതിലും പറഞ്ഞിരിക്കുന്നത് പിന്നെ ആയുസ് വർദ്ധിപ്പിക്കുന്ന ഇത് ഹഠയോഗമാണ് ഇതിനകത്ത് പറയുന്നത്. പ്രാണായാമം എനിക്ക് തോന്നുന്നത് ഒന്ന് ജസാക്ഷി പ്രഭുവിന്റെ സുന്ദർ പ്രഭുവിന്റെ ക്ലാസ് ഒക്കെ ഒന്ന് കേട്ടാൽ ചിലപ്പോ അത് കുറച്ചുകൂടി ഒന്ന് ഇതാവുന്നതാന്ന് തോന്നുന്നു. ഹഠയോഗമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അല്ല അതില് സുന്ദർ പ്രഭു പറഞ്ഞിട്ടുണ്ട് മിതമായ ആഹാരവും പിന്നെ ഹരേ കൃഷ്ണ മന്ത്രവും പിന്നെ സാധാരണഗതിയിലെ ശ്വാസോച്ഛ്വാസവും ചെയ്തു കഴിഞ്ഞാൽ ആയുസ് കൂടും. അത് ഭക്തിയോഗം തന്നെയാണല്ലോ, അത് ഹഠയോഗമല്ല. ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഇതൊന്നും മിക്സ് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങേ തലത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ തുടക്കം ഒരു സാധാരണക്കാരന്റെ, അതായത് ഇന്ത്യയിൽ ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്ന പ്രാണായാമം വേണോ വേണ്ടയോ? പ്രഭുവിന്റെ പ്രാണായാമം പ്രൊമോട്ട് ചെയ്യുന്നില്ല. അല്ല പ്രഭുവിന്റെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ല, പ്രഭു പറയുന്നത് മുഴുവൻ പിന്നെ നെഗറ്റീവ് എന്ന രീതിയിൽ കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, അല്ലാതെ ഒരിക്കലും ഞാൻ ഇതിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. ഫിസിക്കൽ എക്സസൈസ് ആയിട്ടാണ് യോഗ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ഫിസിക്കലി നല്ലതാണ്.
ഫിസിക്കലി അത് തന്നെയാ പറയണത്. അതന്നെ അപ്പൊ നമുക്ക് അല്ല ശരിക്കും പറയുന്നു യോഗ ചെയ്യൂ, പിന്നെ വൈദ്യനെ മാറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചു. അല്ലല്ല, അത് ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യും. ഫിസിക്കൽ എക്സസൈസ് അത് അഷ്ടാംഗ യോഗത്തിന്റെ ഒരു എലിമെന്റ് മാത്രമാണത്. ആ യോഗ സിസ്റ്റത്തിന്റെ ശരിക്കുള്ള യോഗ സിസ്റ്റം അഷ്ടാംഗ യോഗമാണ് പ്രഭു. അതിലെ ഒരു എലിമെന്റ്, ബേസിക് എലിമെന്റ് ശ്വാസോച്ഛ്വാസം, ഡീപ് കൺട്രോൾ, ബ്രത്ത് കൺട്രോൾ. ബ്രത്ത് കൺട്രോള് ഇപ്പൊ ശ്വാസോച്ഛ്വാസം നിർത്തുന്ന കാര്യമൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അല്ല, അത് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. നിർത്തി യോഗികള് പിന്നെ നിർത്തിയിട്ട് മരിക്കുന്ന കാര്യമാണ് ഇത് പറയുന്നത് ഈ ശ്ലോകത്തിൽ. അല്ല അതാണ്, പക്ഷെ വേറൊന്നും പ്രഭു വായിച്ചിട്ടില്ല അതിൻ്റെ അകത്ത്. ഇന്ദ്രിയ ആത്മസാക്ഷാത്കാര പുരോഗതിക്ക് വേണ്ടിയും ഇന്ദ്രിയ സംയമനത്തിന് വേണ്ടിയും നിർദ്ദേശിക്കപ്പെട്ടതാണ് ഈ പ്രക്രിയകളെല്ലാം. ആണല്ലോ. പുരോഗതി ഇല്ലെങ്കിൽ ചെയ്യണമെന്നില്ല. പുരോഗതിക്ക് വേണ്ടി ആണല്ലോ മറ്റുള്ളവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ക്രിയയും അഷ്ടാംഗ യോഗവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ടല്ലോ ഇവിടെ നിലവിലുണ്ട്. അല്ല ഇതിപ്പോ ഇപ്പൊ ഈ സ്ഥിരമായിട്ട് ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്ന ആൾക്കാരുടെ ആയുസ് 100 മേലെയാണ്. അവര് ഭയഭക്തിയോട് തന്നെയാണ് ജീവിക്കുന്നത്, ഭക്തിയിൽ തന്നെ ജീവിക്കുന്നത്. അവര് വെജിറ്റേറിയൻ ആണ്, പ്യുവർ വെജിറ്റേറിയൻ ആണ്. അവര് ഫിസിക്കൽ ഫിറ്റ്നസ് നല്ലതായിരിക്കും, അപ്പൊ അവര് 100 വർഷം ജീവിക്കും, അതിൽ കുഴപ്പമൊന്നുമില്ല. അല്ല അവര് ഭക്തി, അവര് വെജിറ്റേറിയൻ ആണ്. ജയപ്രകാശ് പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ എൻഡ് പോയിന്റിലെത്തി ജയപ്രകാശ് പ്രഭു. തമിഴ്നാട്ടില് അല്ലേ കുറച്ച് പേര് അല്ലേ, അവര് ഭക്തിയോടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. ഒരു ഗുരുവിന്റെ കീഴിലാണ് ഞാൻ അഭ്യസിക്കുന്നത്. ഒരു ഗുരുവിന്റെ കീഴിലാണ്. അയാള് പൈസ വാങ്ങാറില്ല. അതിന് പെർഫെക്ഷൻ വരും. അയാള് വളരെ കാലമായി സ്വന്തമായിട്ട് കൃഷ്ണക്ഷേത്രമുണ്ട്, അത് പിന്നെ പൂജ ചെയ്യുന്നതാണ്, എല്ലാമാണ്. അതെ പ്രഭു, അതിന് പെർഫെക്ഷൻ വരും. അപ്പൊ ഞാൻ ജാമ്യം എടുത്തേ, അപ്പൊ ഞാൻ കുറ്റക്കാരൻ. ഞാൻ ആദ്യമേ പറഞ്ഞു കൊമേഴ്സ്യൽ ഗുരു എന്ന് ആദ്യമേ പറഞ്ഞു. അപ്പം ഞാൻ ജാമ്യം എല്ലാം നമ്മള് പിന്നെ ഒരു ലൈനിൽ കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ജയപ്രകാശ് ഗുരു കോമൺ ആയിട്ട് പറയും ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അപ്പോഴതായിരിക്കും എൻ്റെ മനസ്സിൽ തോന്നുന്നു എനിക്കും യോഗ പ്രാക്ടീസ് ചെയ്യണം. ജയപ്രകാശ് പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ജയപ്രകാശ് ഗുരു ചാൻഡ് ചെയ്യുന്നതും ആരും ഓർമ്മിക്കത്തില്ല, ആഹാരം കണ്ടുകൊണ്ടിരുന്ന ആരും ഓർമ്മിക്കത്തില്ല, ഏത് ഗുരുവിന്റെ അടുത്താ പോകുന്നതും ഓർമ്മിക്കത്തില്ല. നാളെ എനിക്കും പോകണം, ജയപ്രകാശ് പ്രഭുവിന് പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് പോയി കഴിഞ്ഞാലും അപ്പോഴായിരിക്കും ഒരു കൊമേഴ്സ്യൽ ഗുരു എൻ്റെ മുന്നിൽ വന്ന് വിടുന്നത്. ജയപ്രകാശ് പ്രഭു അവിടെ ഒന്നും എനിക്ക് പോകാൻ സൗകര്യം കിട്ടുന്നത്, ഇത് മതി. ഇവിടെയാണ് മിസ്ലീഡിങ് വരുന്നത്. അല്ല അവിടെയാണല്ലോ പ്രഭുവിനെ പോലെയുള്ള ആൾക്കാരുടെ ലക്ഷ്യവും. കൃഷ്ണ. അപ്പൊ അത്രേ പറഞ്ഞോളൂ. പ്രഭു പറഞ്ഞതെല്ലാം സത്യമാണ്. പ്രഭു പറഞ്ഞതെല്ലാം സത്യമാണ്. ശരിയായ ദിശ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ സത്സംഗത്തിന്റെ ഉദ്ദേശം. സത്യം. അതുകൊണ്ടാണ് പ്രഭുപാദരും ചോദിച്ചൊരു ചോദ്യം ചോദിച്ചത്. എന്താ പറയുന്നത്, എന്തോ ചോദിച്ചു. ഓക്കെ, ഒരു മിനിറ്റ്. അദ്ദേഹം ചോദിച്ചത് who will do this one? കലിയുഗ who will do this one എന്നാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. ആർക്കും ചെയ്യാൻ പറ്റത്തില്ലെന്നോ? അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് ചിന്തിക്കാതെ, ഇപ്പൊ ഒരുപക്ഷെ ജയപ്രകാശ് പ്രഭുവിന് കിട്ടിയ ഭാഗ്യം കൊണ്ട് കിട്ടി, അതുപോലെ ഒരു ഗുരുവിനെ കിട്ടി. മാത്രമല്ല ജയപ്രകാശ് പ്രഭുവിന്റെ ബേസിക് വെജിറ്റേറിയൻ ആണ്. ആഹാരം കൺട്രോൾ ഇല്ലെങ്കിലും കൺട്രോൾ ഉണ്ടെന്ന് ഞാൻ പറയാം. ഹരികൃഷ്ണ മഹാമന്ത്ര ജപമുണ്ട്. ഇതിൽ ഗുണം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. പ്രഭു ഗുണം കിട്ടുന്നെങ്കിൽ പ്രഭുവിനോട് 100% യോജിക്കുന്നു. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി. ഹരേ കൃഷ്ണ. അപ്പം കാര്യങ്ങളൊക്കെ ശരിയാണ്. പ്രഭു പറഞ്ഞതും 100% ഭംഗിവാക്കുണ്ടോ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനല്ല, 100% ശരിയാണ്. ഞാൻ പറഞ്ഞത് ഒരു ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഒരു ചെറിയ ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. ഹരേ കൃഷ്ണ, അത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായം കൂടെ വായിക്കണം. ആശാജി റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, വായിക്കാം. ഹരേ കൃഷ്ണ. അർജുന ഉവാച ധ്യായസി ച കർമ്മണസ്തേ മദാ ബുദ്ധിർജനാർദ്ദന
तत्किं कर्मणि घोरे मां नियोजयसि केशव व्यामिश्रेणेव वाक्येन बुद्धिं मोहयसीव मे तदेकं वद निश्चित्य येन श्रेयो अहमाप्नुयाम् श्रीभगवानुवाच लोके अस्मिन् द्विविधा निष्ठा पुरा प्रोक्ता मया नघ ज्ञानयोगेन सांख्यानां कर्मयोगेन योगिनां न कर्मणामनारम्भात् नैष्कर्म्यं पुरुषो अश्नुते न च संन्यसनादेव सिद्धिं समधिगच्छति न हि कच्चित् क्षणमपि जातु तिष्ठत्य कर्मकृत् कार्यदेहवश कर्म सर्व प्रकृतिजैर्गुणे कर्मेन्द्रियाणि संयम्य य आस्ते मनसा स्मरन् इन्द्रियार्थान् विमूढात्मा मिथ्याचारः स उच्यते यस्त्विन्द्रियाणि मनसा नियम्यारभते अर्जुन कर्मेन्द्रियै कर्मयोगम् असक्तः स विशिष्यते नियतं कुरु कर्म त्वं कर्म ज्यायो ह्यकर्मणा शरीरयात्रापि च तेन प्रसिद्ध्योद कर्मणः यज्ञार्थात् कर्मणो अन्यत्र लोको अयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंग समाचर सह यज्ञाः प्रजाः सृष्टा पुरोवाच प्रजापति अनेन प्रसविष्यत्वं एषवो अस्तिष्ठकामधुक् देवान् भावयदानेन ते देवा भावयन्तु वा परस्परं भावयन्तः श्रेय परमवाप्स्यथाम् इष्टान् भोगान् हि वो देवा दास्यन्ते यज्ञभाविता तैर्दत्तान प्रदायैभ्य यो भुक्ते तेन एव सः यज्ञशिष्टाशिन सन्दा मुच्यन्ते सर्वकिल्बिषे भुञ्जते ते तुहं पापाः ये भजन्त्यात्मकारणात् अन्नात् भवन्ति भूतानि पर्जन्यादन्न सम्भव यज्ञात् भवति पर्जन्य यज्ञकर्म समुद्भव कर्म ब्रह्मोद्भवं विद्धि ब्रह्माक्षर समुद्भवं तस्मात् सर्वगतं ब्रह्म नित्यं यज्ञे प्रतिष्ठितम् एवं प्रवर्तितं चक्रं नानुवर्तत यदीहया अखायुरिन्द्रिया राम मोहं पार्थ स जीवति यस्तात्मरतिरेवा स्यात् आत्मतृप्तश्च मानव आत्मन्येव च सन्तुष्टः तस्य कार्यं न विद्यते नैव तस्य कृतेनार्थ न कृतेनेह कच्छन न च सर्वभूतेषु कचिदर्थव्यपाश्रयाम् तस्मादसक्त सततं कार्यं कर्म समाचर असक्तो ह्याचरन् कर्म परमाप्नोति पुरुष कर्मणैव हि संसिद्धिम् आस्थिता जनकादया लोकसंग्रहमेवापि सम्पश्यन् कर्तुमर्हसि यद्यदाचरति श्रेष्ठा तत्तदेव तरो जनः स यत् प्रमाणं कुरुते लोकस्तदनुवर्तते न मे पार्थास्ति कर्तव्यं त्रिषु लोकेषु किञ्चन नानावाप्तमवाप्तव्यं वार्त एव च कर्मणि यदि ह्यहं न वर्तेयं जादु कर्मण्यतन्द्रितां मम वर्मानुवर्तन्ते मनुष्या पार्थ सर्वशाम् उल्सीदेयुरिमे लोकाः न कुर्यां कर्म चेदहं संकरस्य च कर्ता स्याम् उपहन्यामिमा प्रजाः सक्ताः कर्मण्य विद्वांस यथा कुर्वन्ति भारत कुर्याद्विद्वांस्तथा सक्ता चिकीर्षुर्लोकसङ्ग्रहम् न बुद्धिभेदं जनयेत् अज्ञानां कर्मसङ्गिनां जोषयेत् सर्वकर्माणि विद्वान् युक्तसमाचरन् प्रकृते क्रियमाणानि गुणे कर्माणि सर्वशाम् अहंकार विमूढात्मा कर्ताहमिति मन्यते तत्त्ववित्तु महाबाहो गुणकर्म विभागयोर् गुणा गुणेषु वर्तन्ते इति मत्वा न सज्जते प्रकृतिर्गुणसम्मूढा सज्जन्ते गुणकर्मसु तान् कृष्णविदो मन्दान्
കൃഷ്ണ വിഘ്ന വിചാലയേത് മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാം നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധസ്വ വിഗതജ്വരാം യേ മേ മദമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാ ശ്രദ്ധാവന്തോ അനസൂയന്ത മുച്യന്തെ തേ അഭികർമ്മഭിർ യേ തേതദഭ്യസൂയന്ത നാനുതിഷ്ഠന്തി മേ മദം സർവജ്ഞാന വിമൂഢാസ്താൻ വിദ്ധി നഷ്ടാന ചേതസാം സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതിർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വിവസ്ഥിതൗ തയോർന വശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിബന്ധിനൗ ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സ്വനുഷ്ഠിതാൻ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ അർജുന ഉവാച അധ കേന പ്രയുക്തോ അയം പാപം ചരതി പൂരുഷാം അനിച്ഛന്നഭിവാഷ്ണേയ ബലാദിവ നിയോജിതാം ശ്രീ ഭഗവാൻ ഉവാച കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിധേനമിഹം വൈരിണം ധൂമേന വ്രിയതേ വന്യർ യഥാ ദർശോ മലേന ച യഥോൽബേനാവൃതോ ഗർഭ തഥാ തേനേദമാവൃതം ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ അനലേന ച ഇന്ദ്രിയാണി മനോബുദ്ധിർ അസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം തസ്മാത് ത്വമിന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യഃ പരം മനസസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സാം ഏവം ബുദ്ധിർ പരം ബുദ്ധ സംസ്തഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു വളരെ മനോഹരമായി. ഹരേ കൃഷ്ണ. അപ്പം എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക്, പുത്രന്മാർക്ക്, പുത്രിമാർക്ക് എന്തോ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ചോദിച്ചിരുന്നു. വിപിൻ പ്രഭു, ചോദ്യം ഉത്തരവും പ്രഭു തന്നെ പറ. എത്ര ഭഗവാൻ വിവസ്വാന് ഉപദേശിച്ചത് എത്ര വർഷം മുന്നേ? 12 കോടി 4 ലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ്. വെരി ഗുഡ്. വിസ്മയ പറഞ്ഞു തന്നില്ല, വിസ്മയുടെ സഹായം നേടിയില്ല. പേര് പ്രഭു സഹായിച്ചു തന്നെ. ആരാ? തൊട്ട് കാണിക്കാൻ പറ്റുമോ? മൊബൈൽ ആയതൊന്നും തൊട്ട് പിടിക്കാൻ പറ്റത്തില്ല. ലാപ്ടോപ്പ് ആയിരുന്നേ തൊട്ട് കാണിക്കായിരുന്നു. നന്നായി, എന്തായാലും വളരെ സന്തോഷം. 2 കോടി 4 ലക്ഷം വർഷം. അതെ. അപ്പൊ അടുത്ത ചോദ്യം, ലിസ്റ്റ് 6 കൈൻഡ്സ് ഓഫ് അവതാരാസ്. 6 തരത്തിലുള്ള അവതാരങ്ങൾ. ശ്ലോകം കുളുതരാം. 4.8. 6 തരത്തിലുള്ള അവതാരങ്ങൾ. ഇനിയിപ്പോ ആരാ ഉത്തരം പറയാനുള്ളത്? 6 തരത്തിലുള്ള അവതാരങ്ങൾ. ഇനി ഉത്തരം ആരാ പറയാനുള്ളത്? എല്ലാരും റൗണ്ട് കഴിഞ്ഞോ? രാജീവ് പ്രഭു പറഞ്ഞോ? രാജീവ് പ്രഭു പറഞ്ഞില്ല. അപ്പൊ രാജീവ് പ്രഭു. ഓക്കെ. അതെ, രാജീവ് പ്രഭു ഒന്നും പ്രഭു ചോദ്യം ഒന്നും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. രാജീവ് പ്രഭു 6 തരത്തിലുള്ള അവതാരങ്ങള് 4-ാമത്തെ അധ്യായം. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഒരുപാട് ലേറ്റായി. എന്തായാലും എല്ലാവരുടെയും കുടുംബത്തിനും
ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഭഗവാന്റെ ലക്ഷ്മി ദേവിയുടെ, സരസ്വതി ദേവിയുടെ, അതിലുപരി ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, ഏകോ ദേവോ ദേവകീ പുത്രേവ, ഏകോ മതസ്യ നാമാനി യാനി, കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. പോയവർക്കും സന്തോഷം. സുശേഷ് ഗോപി പ്രഭു പാട്ട് മനോഹരമായിരുന്നു. ഭാഗ്യലക്ഷ്മി അമ്മ വളരെ മനോഹരമായിരുന്നു പാട്ട്. ഭാസ്കരൻ പ്രഭു ഹരേ കൃഷ്ണ, സുശീം പ്രഭു ഹരേ കൃഷ്ണ, ജയപ്രകാശ് പ്രഭു അമൃതമാതാജി കീർത്തന, ജിത്തു ഹരേ കൃഷ്ണ, രാജീവ് പ്രഭു, നന്നു, നന്ദന, ശിവമാതാജി ഹരേ കൃഷ്ണ, വിപിൻ പ്രഭു, വിസ്മയ അമ്മ ഹരേ കൃഷ്ണ, ആമി ഭദ്ര ഹരേ കൃഷ്ണ, രാജ്മോഹൻ പ്രഭു ഹരേ കൃഷ്ണ, സൂര്യമാതാജി ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ആശാജി ഹരേ കൃഷ്ണ. സുശീം പ്രഭുവിന്റെ ഇന്ന് കണ്ടില്ലല്ലോ സപ്പോർട്ട്. മറ്റേത് സുശീം പ്രഭു അങ്ങോട്ടൊക്കെ തിരിയുന്നതാണല്ലോ, ഒന്നും പറഞ്ഞു കണ്ടില്ല. എന്താണെന്ന് ചോദിച്ചില്ല. അനുരാധ മാതാജി ഹരേ കൃഷ്ണ, പാർവതി ഹരേ കൃഷ്ണ, ഹരി ഹരേ കൃഷ്ണ. ഓക്കെ, സംശയങ്ങളൊന്നും തോന്നിയില്ലല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പം കൗണ്ട് ഡൗൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആമി ഹരേ കൃഷ്ണ 100 അല്ലേ? ഭാസ്കരൻ പ്രഭു ഹരേ കൃഷ്ണ, കുടുംബങ്ങളെല്ലാം ഭാസ്കരൻ പ്രഭു മാതാജി എല്ലാം ഹരേ കൃഷ്ണ. അപ്പം 100, 90, 80, 70 അല്ലേ? 80, 70, 60, 50, 10, 5, 4, 3, 2, 1, 0. ഹരേ കൃഷ്ണ.